കഥ തുടരുന്നു. മുറിയിലെ ഇരുട്ടിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വിൽഫ്രഡ് കാതു കൂർപ്പിച്ചു. ആൽബർട്ടിന്റെ കൂർക്കമ്പലിയും കടലിന്റെ ഇരമ്പലും ഒഴിച്ചാൽ സർവത്ര ശാന്തതയാണ്. ഇരുളിൽ അടിവെച്ച് അയാൾ അടുത്ത മുറിയിലേക്ക് നീങ്ങി. അതിനുള്ളിലാണ് റോസമ്മയും ലിസിയും മക്കളും കിടക്കുന്നത്. ലിസിയുടെ രൂപം എത്ര ശ്രമിച്ചിട്ടും മറക്കാൻ കഴിയുന്നില്ല. മഴ കാത്തു കിടക്കുന്ന ഭൂമിയാണ് അവളെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ഭർത്താവ് പോയ ശേഷം ഒരു പുരുഷന്റെ സ്പർശനം ഏൽക്കാതെ കഴിയുകയാണ് അവൾ. വർഷങ്ങളായിട്ട് അത്തരത്തിലുള്ളൊരു പെണ്ണിനെ സ്പർശനം കൊണ്ടുപോലും വികാരവതിയാക്കാനും അതിലൂടെ ലക്ഷ്യം നേടാനും തനിക്കറിയാം. ഏതായാലും അവൾ തൻ്റെ കൈക്കൊണ്ട് മരിക്കേണ്ടവളാണ്. അങ്ങനെയുള്ള ഒരുവൾക്ക് മാനസികവും ശാരീരികവുമായ അല്പം ഉല്ലാസം പ്രദാനം ചെയ്തു കൊടുത്തേക്കാം. വിൽഫ്രഡ് പതിയെ വാതിലിൽ തള്ളി. ഒരു ചെറിയ ശബ്ദത്തോടെ അത് തുറന്നു. ആരാ? പൊടുന്നനെ ആ മുറിയിൽ നിന്നൊരു ചോദ്യം. വിൽഫ്രഡ് ഞെട്ടിപ്പോയി. ഞൊടിയിടയിൽ ശബ്ദം കേൾപ്പിക്കാതെ പിന്തിരിഞ്ഞ് അയാൾ തൻ്റെ പായയിൽ വന്നു വീണു. എന്താ മോളെ? അപ്പുറത്തെ മുറിയിൽ റോസമ്മ ചോദിക്കുന്നത് കേട്ടു. ആരോ വാതിൽ തള്ളി തുറന്നതുപോലെ തോന്നിയാ മച്ചി. ലിസിയുടെ ശബ്ദം. കുറ്റിയിട്ടിട്ടില്ലായിരുന്നു, അതുകൊണ്ട് തനിയെ തുറന്നതാകും. റോസമ്മ എണീറ്റ് വാതിലടച്ച് കുറ്റിയിട്ടു. വിൽഫ്രഡ് തീർത്തും നിരാശനായി. അസ്വസ്ഥത കാരണം പിന്നീട് അയാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ ഇനി എങ്ങനെ ഇവിടെ തങ്ങാം എന്നതായി അയാളുടെ ചിന്ത. പക്ഷേ അതിനിടെ ആൽബർട്ട് പറഞ്ഞു, ഇനി ജെയിംസ് ഇക്ബാൽ മുതലാളിയുടെ അടുത്തേക്ക് ചെല്ലൂ. മനസ്സില്ല മനസ്സോടെ അയാൾ സമ്മതിച്ചു. രാവിലെ തന്നെ ആൽബർട്ട് എങ്ങോട്ടോ പോയി. ജെയിംസ് കാപ്പി കുടിച്ചിട്ട് പോയാൽ മതി കേട്ടോ, റോസമ്മ വന്നറിയിച്ചു. ശരിയമ്മച്ചി. അയാൾ മുറ്റത്തിരുന്നു. പ്രിൻസും മോസസും ജെയിംസ് അങ്കിളുടെ കൂടെ കൂടി. അതിനിടെ ലിസി അതുവഴി വന്നു. അയാൾ ആ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. അവളുടെ തല കുനിഞ്ഞു. കുട്ടികൾ അടുത്തുള്ളതിനാൽ അയാൾക്ക് ഒന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല. ജെയിംസേ, വന്ന് കാപ്പി കുടിക്കേ, റോസമ്മയുടെ ശബ്ദം. അവളെ ഒന്നുകൂടി നോക്കിയിട്ട് വിൽഫ്രഡ് എഴുന്നേറ്റു. അങ്കിൾ. ഫ്രെഡിയും തോമസും ഒരു കാറിൽ തൃപ്പൂണിത്തറ പാലസിന് മുന്നിലൂടെ ചോറ്റാനിക്കര റോഡിലൂടെ ഓടിച്ചു പോയി. കഷ്ടിച്ച് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇടത്തേക്ക് തിരിഞ്ഞ് ഒരിട വഴിയിലൂടെ അത് സമ്പന്നന്മാരുടെ കോളനി പോലെ തോന്നിക്കുന്ന ഒരു ഭാഗത്തെത്തി. അവിടെ പാടം മണ്ണിട്ട് നികത്തി വലിയ വീടുകൾ വച്ചിരുന്നു. അവയിലൊന്നിൻ്റെ ഗേറ്റ് കടന്ന് കാർ അകത്തു നിന്നു. കെട്ടിടത്തിൻ്റെ പിന്നിലെങ്ങോ ആയിരുന്ന വാച്ചർ ഓടിയെത്തി സല്യൂട്ട് ചെയ്തു. താൻ എവിടെ പോയി വായി നോക്കി കിടക്കുമായിരുന്നടോ? ഫ്രെഡി ശബ്ദമുയർത്തി. കെട്ടിടത്തിൻ്റെ പിന്നിൽ എന്തോ ശബ്ദം കേട്ട് നോക്കാൻ പോയതാണെങ്കിൽ. എന്നിട്ട് അവിടെ എന്തായിരുന്നു? ഒരു തേങ്ങ വാടി വീണതാണ്. കോപ്പ്. തുറക്കട വാതിൽ. വാച്ചർ കീശയിൽ നിന്ന് ഒരു താക്കോലെടുത്ത് വാതിൽ തുറന്നു. അങ്കിൾ ഫ്രെഡിയും തോമസും അകത്ത് കടന്ന് വാതിലടച്ചു. വിശാലമായ ഹാളും വേറെ 2 മുറികളും. പിന്നീട് അവർ ആ കെട്ടിടത്തിൻ്റെ പിൻഭാഗത്തെ മുറിയിലെത്തി. ചാരിയിട്ടിരുന്ന വാതിൽ തള്ളി തുറന്നു. അതിനുള്ളിൽ കട്ടിലിൻ്റെ പടിയിലേക്ക് വലതു കൈ ചേർത്ത് വിലങ്ങിട്ട് പൂട്ടിയിരുന്ന ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കി. അഡ്വക്കേറ്റ് ജനാർദ്ദന പൈ. എന്നെ എന്തിനാ ഫ്രെഡിയെങ്കിലെ ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്? എന്ത് തെറ്റാ ഞാൻ നിങ്ങളോടൊക്കെ ചെയ്തത്? അവരെ കണ്ടയുടനെ അയാൾ തിരക്കി. നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തതായി ഞാൻ പറഞ്ഞില്ലല്ലോ മിസ്റ്റർ പൈ. ചിരിച്ചുകൊണ്ട് അയാളുടെ കട്ടിലിനരികിലേക്ക് ഒരു കസേര വലിച്ചിട്ട് ഫ്രെഡി ഇരുന്നു. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, കോഴിക്കോട്ടെ ചാണ്ടിക്കുഞ്ഞിൻ്റെയും മറ്റും തടവിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നതല്ലേ ഞാൻ. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. അതെ വക്കീലേ, എനിക്കിതിൽ കാര്യമായ റോളുകളൊന്നുമില്ലെങ്കിലും ഉള്ളതങ്ങ് പറഞ്ഞേക്കാം. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ കൈവിട്ട് കളയാൻ ആരെങ്കിലും തയ്യാറാവുമോ? അപ്പോൾ അതാണ് കാര്യം. പുച്ഛം കലർന്ന ഒരു ചിരി ജനാർദ്ദന പൈയുടെ മുഖത്ത് വിരിഞ്ഞു. രജിസ്റ്റർ ചെയ്ത ആധാരങ്ങളെ ഇനി മാറ്റിമറിക്കാൻ ആർക്കും കഴിയില്ലെന്ന വസ്തുത നിങ്ങൾക്ക് അറിയില്ലെന്നുണ്ടോ? അറിയാമല്ലോ, അതുകൊണ്ട് തന്നെയാണ് വക്കീലെ നിങ്ങളെ പുറത്തുവിടാത്തതും. മനസ്സിലായില്ല? പൈ നെറ്റി ചുളിച്ചു. അതായത് നിങ്ങൾ പുറത്തിറങ്ങിയാൽ പുതിയ അവകാശികളെ തേടി പുറപ്പെടും. അങ്ങനെ ചെയ്യണമെന്ന് കൂടിയാണല്ലോ പത്രത്തിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ പുതിയ അവകാശികൾ വന്നാൽ സ്വന്തമല്ലെങ്കിലും ഇപ്പോൾ കൈവശം വെച്ച് അനുഭവിക്കുന്നത് ഓരോന്നും മറ്റുള്ളവർക്ക് നഷ്ടമാകും. അവകാശികൾ ആരും വന്നില്ലെങ്കിൽ എത്ര കാലം വേണമെങ്കിലും അനുഭവിക്കാമല്ലോ. ഇപ്പോൾ മനസ്സിലായി, പൈ പരിഹസിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും എന്നെ തടവിലിട്ടതിനുള്ള ഗുണം കിട്ടില്ല. അതെന്താ? അതൊക്കെ വഴിയെ മനസ്സിലായിക്കോളും. ഫ്രെഡിയങ്ങളുടെ കണ്ണുകളൊന്ന് കുറുകി. നിങ്ങളുടെ ലോക്കറിലിരിക്കുന്ന മുദ്രപത്രങ്ങൾ ആദ്യം എടുത്ത് കത്തിച്ചു കളയും. ഊരും പേരും പത്രങ്ങളുടെ നമ്പറും അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പറും അറിയാൻ വയ്യാത്ത ഒരാൾക്ക് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് അത്ര വേഗമൊന്നും പ്രമാണങ്ങളുടെ കോപ്പി എടുക്കാൻ കഴിയില്ല. പക്ഷേ പത്രങ്ങൾ കത്തിച്ചു കളയാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ? കൈ ചുരുട്ടി അയാളുടെ മുഖത്തൊരു ഇടിയായിരുന്നു അങ്കിൾ ഫ്രെഡിയുടെ മറുപടി. അഡ്വക്കേറ്റ് ജനാർദ്ദന പൈയിൽ നിന്ന് പതിഞ്ഞ ഒരു നിലവിളിയുണ്ടായി. പിന്നെയും അരമണിക്കൂറോളം കഴിഞ്ഞാണ് അങ്കിൾ ഫ്രെഡിയും തോമസും അവിടെ നിന്ന് മടങ്ങിയത്. SI തോന്നിയാസൻ രാജൻ കൈക്കൂലി വാങ്ങിയ കേസിൽ വാദം നടക്കുന്ന ദിവസം സാക്ഷികളും വാദികളുമായ ആൽബർട്ടും ജോർജ് കുട്ടിയും എത്തിയിട്ടുണ്ട്. വിജിലൻസ് SP രാമചന്ദ്രൻ അവരുമായി സംസാരിച്ചു.
സാക്ഷിമൊഴി മാറ്റി പറയാനൊന്നും നിങ്ങൾക്ക് ഉദ്ദേശമില്ലല്ലോ അല്ലേ? എന്താ സാർ അങ്ങനെ ചോദിച്ചത്? അവർ അമ്പരന്നു. സാധാരണ സംഭവിക്കാറുള്ളതാണ്. ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥൻ കൈക്കൂലി ചോദിച്ചെന്ന് പറഞ്ഞ് ആളുകൾ ഞങ്ങളുടെ അടുത്ത് വരും. കൈക്കൂലിക്കാരെ ഞങ്ങൾ കൊടുക്കുകയും ചെയ്യും. പക്ഷേ കേസ് കോടതിയിൽ വരുമ്പോൾ കൈക്കൂലി കൊടുത്തവനും വാങ്ങിയവനും തമ്മിൽ അങ്ങ് ചേരും. കേസെടുത്ത ഞങ്ങൾ ഇളിഭരമാകും. ഇക്കാര്യത്തിൽ അങ്ങനെയുണ്ടാവില്ല സാർ. നല്ലത്. കേസ് വിളിച്ചു. ഇൻസ്പെക്ടർ തോന്നിയാസൻ രാജനെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തി വക്കീലിൻ്റെ ചോദ്യങ്ങളൊക്കെ അയാൾ നിഷേധിച്ചു. തന്നെ കരുതിക്കൂട്ടി കേസിൽ കുടുക്കിയതാണെന്ന് ആരോപിച്ചു. പക്ഷേ സാക്ഷി വിസ്താര സമയത്ത് ആൽബർട്ടും ജോർജ് കുട്ടിയും വള്ളി പുള്ളി തെറ്റാതെ നടന്നത് മുഴുവൻ പറഞ്ഞു. പ്രതിക്കൂട്ടിൽ നിന്നിരുന്ന രാജൻ വിയർത്തു. കോപം ജ്വലിക്കുന്ന കണ്ണുകളോടെ അയാൾ അവരെ നോക്കി നിന്നു. തോന്നിയാസൻ രാജൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത നോട്ടുകളും ഫിംഗർ പ്രിൻ്റ് വിദഗ്ധൻ്റെ റിപ്പോർട്ടുകളും എല്ലാം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കോടതി എല്ലാം ശ്രദ്ധയോടെ പഠിച്ചു. സാക്ഷിമൊഴികൾ പരിശോധിച്ചു. അവസാനം കേസിൻ്റെ വിധി പറയാൻ ഒരു തീയതിയും പ്രഖ്യാപിച്ചു. ആൽബർട്ടും ജോർജ് കുട്ടിയും കോടതിക്ക് പുറത്തെത്തുമ്പോൾ കലിമൂത്ത ഒരു പോരുകാളയുടെ ഭാവത്തിൽ മുന്നിൽ നിൽക്കുന്നു തോന്നിയാസൻ രാജൻ. എടാ, കോടതി തന്നെ ഏതാണ്ടങ്ങ് ചെയ്തു കളയുമെന്ന് നീയൊക്കെ കരുതുന്നുണ്ടാവും. എന്നാൽ കണ്ടോ, പൂ പോലെ ഞാൻ ഊരിപ്പോരും. പിന്നെ നിൻ്റെയൊക്കെ കഷ്ടകാലമാ. സാർ ഈ പറഞ്ഞതുപോലെ സംഭവിക്കുകയാണെങ്കിലല്ലേ? അത് നന്നേരം നമുക്ക് കാണാം സാറേ. ആൽബർട്ട് അയാളെ തീരെ അവഗണിച്ച് റോഡിലേക്ക് നടന്നു. അതിനിടെ ജോർജ് കുട്ടിയെ നോക്കി വിളിച്ചു. വാടാ. കോടതി പടിക്കൽ നിന്ന് 10-20 വാരം നടക്കണമായിരുന്നു ബസ് സ്റ്റോപ്പിലേക്ക്. അവർ അങ്ങോട്ട് നീങ്ങിയതും റോഡ് സൈഡിൽ കാത്തു കിടന്നിരുന്ന ഒരു ലോറിക്ക് ജീവൻ വെച്ചു. ഡ്രൈവറുടെ കണ്ണുകൾ വന്യമായി തിളങ്ങി. ലോറിയുടെ ചക്രങ്ങൾ ഉരുണ്ടു തുടങ്ങി. കോടതിക്ക് മുന്നിലെ റോഡിൽ കാൽനടക്കാർ കുറവായിരുന്നു. വലതുവശം ചേർന്ന് ബസ് സ്റ്റോപ്പിലേക്ക് നീങ്ങുകയാണ് ആൽബർട്ടും ജോർജ് കുട്ടിയും. ഇടതുവശത്തു കൂടി വേഗം വർദ്ധിപ്പിച്ച് മുന്നോട്ട് നീങ്ങിയ ലോറി എതിരെ വണ്ടിയൊന്നുമില്ലെന്ന് കണ്ടതും കൊള്ളിമീൻ പോലെ വലത്തേക്ക് വെട്ടിത്തിരിച്ചു. മാറിക്കോ. എതിരെ നിന്ന ഒരു മനുഷ്യൻ അലറി വിളിച്ചപ്പോൾ ആൽബർട്ട് ഞെട്ടിത്തെറിച്ചു. തൊട്ടു പിന്നിലെത്തിയ അപകടത്തെ കണ്ടറിഞ്ഞതും അവൻ ജോർജ് കുട്ടിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തൊട്ടടുത്ത ഫുട്പാത്തിലേക്ക് ചാടിയതും ഒന്നിച്ചായിരുന്നു. അറിയാതെ ഒരു നിലവിളി അവരുടെ കണ്ണത്തിൽ നിന്നുയർന്നു. ലോറിയും ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറി. പക്ഷേ അപ്പോഴേക്കും അവർ പിന്നോട്ട് മാറിയിരുന്നു. ലക്ഷ്യം തെറ്റിയെന്നറിഞ്ഞ ഡ്രൈവർ ലോറി വീണ്ടും റോഡിലേക്ക് വെട്ടിച്ചിറക്കി. എതിരെ വന്ന വാഹനങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ശബ്ദം. ഒരു ഓട്ടോ മുന്നിൽ ബ്രേക്കിട്ട് കാറിന് പിന്നിൽ ചെന്നിടിച്ചു. പെട്ടെന്ന് ബ്രേക്കിട്ട ബൈക്കുകാരൻ സ്കിഡ് ചെയ്ത് റോഡിലേക്ക് പറഞ്ഞു. ബൈക്ക് നിലത്ത് കിടന്ന് ഒന്ന് വട്ടം കറങ്ങി ഓഫായി. റോഡ് ബ്ലോക്കാവുന്നതിന് മുൻപ് ലോറി വാഹനങ്ങൾക്കിടയിലൂടെ ചീറിപ്പാഞ്ഞു. ആളുകളും പോലീസും ഓടിക്കൂടിയപ്പോഴേക്കും ലോറി കണ്ണിൽ നിന്നും മറഞ്ഞു കഴിഞ്ഞിരുന്നു. ശ്വാസം കഴിക്കാൻ പോലും മറന്നു നിൽക്കുകയായിരുന്നു ആൽബർട്ടും ജോർജ് കുട്ടിയും. ഇതൊരു യാദൃശ്ചിക സംഭവമാണെന്ന് വിശ്വസിക്കാൻ അവർക്കായില്ല. മനഃപൂർവ്വം തങ്ങളെ കൊല്ലാൻ വന്നതായിരുന്നു ആ ലോറി എന്ന കാര്യത്തിൽ തർക്കമില്ലായിരുന്നു. കോടതിയിൽ ഇൻസ്പെക്ടർ തോന്നിയാസം രാജനെതിരെ മൊഴി കൊടുത്തതിൻ്റെ പ്രതികാരം തന്നെയാവണം ഇത്. എന്താണ് സംഭവിച്ചതെന്ന് ഓടിക്കൂടിയവർക്ക് ആർക്കും അറിയില്ലായിരുന്നു. പോലീസുകാരും ആളുകളോട് വിവരം തിരക്കുകയായിരുന്നു. ജോർജ്, പോലീസുകാരോട് ഒന്നും പറയാൻ നിൽക്കേണ്ട നമുക്ക്. തോന്നിയാസൻ രാജനെതിരെ മൊഴി കൊടുക്കാൻ വന്നതായിരുന്നെന്ന് അറിഞ്ഞാൽ പോലീസുകാർക്ക് നമ്മളോടാവും കലിപ്പ്. അവർ ഇരുവരും പെട്ടെന്ന് റോഡ് മുറിച്ച് കടന്നു. ഒരു ഓട്ടോയിൽ കയറി അവിടെ നിന്ന് പോവുകയും ചെയ്തു. ആ നേരത്ത് വിൽഫ്രഡ് വെറുതെ നടക്കാനെന്ന ഭാവത്തിൽ ആൽബർട്ടിൻ്റെ വീടിനടുത്തുകൂടി വരികയായിരുന്നു. മുറ്റത്തെ അയയിൽ അലക്കിയ വസ്ത്രങ്ങൾ വിരിച്ചിടുകയായിരുന്നു ലിസി. ധരിച്ചിരുന്ന നൈറ്റി അവൾ എളിയിലേക്ക് ഉയർത്തി കുത്തിയിരുന്നു. അവളുടെ കാൽമുട്ടുകളുടെ താഴ്ഭാഗം കാണാമായിരുന്നു. അയാൾ അവിടേക്ക് നോക്കി. കൊഴുത്തുരുണ്ട കാലുകൾ. ഏതാനും നിമിഷങ്ങൾ അയാൾ ആ കാലുകളിലേക്ക് നോക്കി നിന്നു. ഒരു ലുങ്കി വിടർത്തിയിട്ട് തിരിഞ്ഞപ്പോഴാണ് അവൾ വിൽഫ്രഡിനെ കണ്ടത്. ചെറുചിരിയോടെ അവൾ നൈറ്റി താഴ്ത്തിയിട്ടു. എന്നിട്ട് തിരക്കി. ജെയിംസ്, എന്താ അവിടെ നിന്ന് കളഞ്ഞത്? അയാൾ ചുറ്റും നോക്കി. അടുത്തെങ്ങും ആരുമില്ല. ചെറുചിരിയോടെ അല്പം മുന്നോട്ട് നീങ്ങി നിന്ന് അയാൾ ശബ്ദം കുറച്ച് പറഞ്ഞു. ലിസി, അയയിൽ തുണി വിരിക്കുന്നത് കാണാൻ പ്രത്യേക ചന്തമുണ്ട്. അവളുടെ മുഖം വിടരുന്നതും കണ്ണുകളിൽ ലജ്ജ തിളങ്ങുന്നതും അയാൾ കണ്ടു. അതോടെ വിൽഫ്രഡിന് കൂടുതൽ ധൈര്യമായി. ആദ്യം കണ്ട നിമിഷത്തിൽ തന്നെ എന്തോ ലിസിയോടൊരു പ്രത്യേക അടുപ്പം തോന്നിപ്പോയി എനിക്ക്. അവളുടെ മുഖം കുരിഞ്ഞു. ശബ്ദത്തിൽ വേദന നിറഞ്ഞു. എന്നെക്കുറിച്ചൊന്നും ജെയിംസിന് അറിയില്ല. 2 മക്കളെ എനിക്ക് തന്നിട്ട് എങ്ങോട്ടോ കടന്നു കളഞ്ഞവനാണ് എൻ്റെ ഭർത്താവ്. എൻ്റെ അമ്മച്ചിയുടെ അതേ വിധി തന്നെ എനിക്കും. ഇനി ആ മനുഷ്യൻ തിരിച്ചു വരും എന്ന പ്രതീക്ഷ പോലും എനിക്കില്ലാതായിട്ട് കാലമേറെയായിരിക്കുന്നു. അയാൾ ഇവിടം വിട്ടുപോകാൻ എന്താ കാരണം? താല്പര്യം ഭാവിച്ച് വിൽഫ്രഡ് തിരക്കി. എനിക്കറിയില്ല. ലിസി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ഞാൻ ദൈവത്തെ പോലെയാ കണ്ടിരുന്നത്. എന്നിട്ടും എന്നോട്. കൂടുതൽ പറയാൻ നിൽക്കാതെ തുണി കൊണ്ടുവന്ന ബക്കറ്റും എടുത്തുകൊണ്ട് അവൾ വീടിനുള്ളിലേക്ക് ഓടിപ്പോയി. ഉള്ളിൽ തിളയ്ക്കുന്ന സന്തോഷത്തോടെ ഒരു നിമിഷം കൂടി അവിടെ നിന്ന് വിൽഫ്രഡ് മുന്നോട്ട് നടന്നു. അപ്പോൾ ഇട റോഡിലൂടെ ഒരു ഓട്ടോ വന്ന് മുന്നിൽ നിന്നു. അതിൽ നിന്ന് ആൽബർട്ടും ജോർജ് കുട്ടി ഇറങ്ങി. സാക്ഷി പറയാൻ പോയിട്ട് എന്തായി? വിൽഫ്രഡ് തിരക്കി. ഉള്ള സത്യം പറഞ്ഞു. ആ, താനെങ്ങോട്ടാ? ഇന്ന് പണിയിലായിരുന്നു. അപ്പോൾ പിന്നെ ഒരു സിനിമ കണ്ടു കളയാമെന്ന് വെച്ചു. എങ്കിൽ ഈ ഓട്ടോയിൽ പോകാമല്ലോ.
അതേതായാലും നന്നായി. ആൽബർട്ടും മറ്റും വന്ന ഓട്ടോയിൽ വിൽഫ്രഡ് കയറി. ഓട്ടോ മടങ്ങിപ്പോയി. വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണെന്ന് തോന്നുന്നു അല്ലേ ജോർജെ? വിൽഫ്രഡിനെ ഉദ്ദേശിച്ച് ആൽബർട്ട് തിരക്കി. ആ, പക്ഷേ ജോർജ് കുട്ടിക്ക് എന്തോ അയാളെക്കുറിച്ച് നല്ല മതിപ്പില്ലായിരുന്നു. എങ്കിലും ആൽബർട്ടിനോട് അത് പറഞ്ഞില്ല. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. അവസരം കിട്ടുമ്പോഴൊക്കെ വിൽഫ്രഡ് ആൽബർട്ടിൻ്റെ വീട്ടിലെത്തും. ലിസിയും അയാളും തമ്മിൽ ഒരടുപ്പം തുടങ്ങുകയായിരുന്നു. വിൽഫ്രഡ് അറിഞ്ഞുകൊണ്ട് അടുക്കുകയായിരുന്നു, ലിസി അറിയാതെയും. ഭർത്താവിനെ പണ്ടേ മനസ്സിൽ നിന്ന് നീക്കം ചെയ്തിരുന്നതിനാൽ ലിസിക്ക് താൻ ഒരു പുരുഷനുമായി അടുക്കുന്നതിൽ തെല്ലും കുറ്റബോധമൊന്നും തോന്നിയതുമില്ല. റോസമ്മയ്ക്ക് അവർ രണ്ടുപേരെയും കുറിച്ച് ചില്ലറ സംശയങ്ങളൊക്കെ തോന്നിയിരുന്നെങ്കിലും മകളുടെ പ്രായത്തെക്കുറിച്ചും ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും ചിന്തിച്ചപ്പോൾ അവളെ തെറ്റു പറയാൻ കഴിയില്ല. ആ സ്ത്രീയുടെ മനസ്സിലും വിൽഫ്രഡ് എന്ന ജെയിംസിന് മാന്യമായ സ്ഥാനമായിരുന്നു. നല്ല ചെറുപ്പക്കാരൻ, അധ്വാനശീലമുള്ളവൻ, അതിനപ്പുറം അവർക്ക് മറ്റൊന്നും അറിയില്ലല്ലോ. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഇക്ബാൽ മുതലാളിയുമായി ആലോചിച്ച് ആൽബർട്ട് ഒരു തീരുമാനമെടുത്തു. ഒരു കൊച്ചു ഫൈബർ വെള്ളം വാങ്ങുക. ബാങ്കിൽ നിന്ന് അതിന് ലോൺ കിട്ടും. ആൽബർട്ടിനെ കുറിച്ച് എല്ലാവർക്കും നല്ല മതിപ്പായിരുന്നതിനാൽ എത്രയും വേഗം ലോൺ കൊടുക്കാമെന്ന് ബാങ്കുകാർ സമ്മതിച്ചു. പിന്നീട് അതിനുള്ള പേപ്പറുകൾ നീക്കുകയായി. 2 ആഴ്ചക്കുള്ളിൽ വെള്ളം തുറയിലെത്തി. 2 or 3 പേർക്ക് വേണമെങ്കിലും കടലിൽ പോകാവുന്ന വെള്ളം. യമഹ എൻജിൻ പിടിപ്പിച്ചത്. ആൽബർട്ട് കടലിൽ പുതിയ വെള്ളമിറക്കുന്ന അന്ന് അവിടെ ഉത്സവത്തിൻ്റെ പ്രതീതിയായിരുന്നു. ആൽബർട്ടിൻ്റെ ഒപ്പം ഒരു നിഴൽ പോലെ വിൽഫ്രഡ് ഉണ്ടായിരുന്നു. വൈകിട്ട് കടലിൽ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ആൽബർട്ട് പൂർത്തിയാക്കി. ചൂണ്ടയും ഇര കോർക്കാനുള്ള പാളയുമെല്ലാം വള്ളത്തിലെടുത്തു വെച്ചു. യമഹ എൻജിൻ നിന്നു പോവുകയാണെങ്കിൽ തുഴഞ്ഞു വരാൻ വേണ്ടി തുഴയും കരുതി. രാത്രിയിൽ കഴിക്കാനുള്ള ചോറ് ഇലപ്പൊതിയിലാക്കിയും 2 പ്ലാസ്റ്റിക് കുപ്പികളിൽ വെള്ളവും മറ്റ് അത്യാവശ്യ സാധനങ്ങളുമൊക്കെ കരുതി. കുരിശുതൊട്ടിയിൽ പോയി മെഴുകുതിരി കത്തിച്ചതിന് ശേഷം ആൽബർട്ട് മടങ്ങി. അവനെ യാത്രയാക്കാൻ കാത്തു നിൽക്കുകയാണ് എല്ലാവരും. മാർത്ത വിടർന്ന കണ്ണുകളോടെ അവനെ തന്നെ നോക്കി നിന്നു. റോസമ്മയ്ക്കരികിൽ ലിസി പ്രിൻസിയെയും മോസസിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇടയ്ക്കിടെ അവളുടെ കണ്ണുകൾ വിൽഫ്രഡിൻ്റെ കണ്ണുകളുമായി ഇടയുന്നുണ്ടായിരുന്നു. ലാസറും വെടിമണിയനും കുറച്ചകലെ നിൽപ്പുണ്ട്. കോളുകൊണ്ട ആകാശം പോലെയായിരുന്നു അവരുടെ മുഖങ്ങൾ. സൂര്യൻ കടലിലേക്ക് താഴാൻ തുടങ്ങി. ആൽബർട്ട് എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് വെള്ളം തിരയിലേക്ക് തള്ളിയിറക്കി. എൻജിൻ സ്റ്റാർട്ടാക്കി. ഒരു കൊള്ളിമീൻ കണക്കെ തിരമാലകളെ കീറിമുറിച്ചുകൊണ്ട് അത് പാഞ്ഞുപോയി. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ കണ്ണിൽ നിന്നും മറയുകയും ചെയ്തു. ആളുകൾ പിന്തിരിഞ്ഞു. വിൽഫ്രഡ് മറ്റാരും കാണാതെ കണ്ണുകൾ കൊണ്ട് ലിസിയോട് എന്തോ ആംഗ്യം കാണിച്ചു. അവൾ കീഴ്ചുണ്ട് കടിച്ചു ചിരിച്ചു. സൂര്യൻ മറഞ്ഞു. സന്ധ്യ വന്നെത്തി. കടൽത്തിട്ടയിൽ വിൽഫ്രഡും ലാസറും ഒത്തുകൂടി. കള്ളു വാങ്ങാൻ ഷാപ്പിലേക്ക് പോയിരിക്കുകയായിരുന്നു വെടിമണിയൻ. ഇനി അധിക ദിവസം നിനക്ക് കാത്തിരിക്കേണ്ടി വരത്തില്ല ലാസറെ, മർത്തയെ സ്വന്തമാക്കാൻ, വിൽഫ്രഡ് പറഞ്ഞു. അതിനുവേണ്ട പദ്ധതികളൊക്കെ ഞാൻ ഒരുക്കി കഴിഞ്ഞു. ആഹ്ലാദം നിറഞ്ഞ ഒരു ശബ്ദം ലാസറിൽ നിന്നുണ്ടായി. മണിയൻ കള്ളുമായി വന്നു. തീറ്റയും കുടിയും തുടങ്ങി. എല്ലാം കഴിഞ്ഞപ്പോൾ 9 മണിയോളമായി. ലിസി, അവളെ അടുത്ത് കിട്ടാൻ ഇതിനേക്കാൾ നല്ലൊരു ദിവസമില്ല. വിൽഫ്രഡ് അവരോട് യാത്ര പറഞ്ഞ് പിരിഞ്ഞു. താൻ പതിവായി ഉറങ്ങുന്ന സ്ഥലത്ത് ബീഡിയും വലിച്ച് അവൻ കുറച്ചുനേരം ഇരുന്നു. ഇക്ബാൽ മുതലാളിയുടെ ഓഫീസിനു പിന്നിലെ വരാന്തയായിരുന്നു സ്ഥലം. കടലിൻ്റെ ഹുങ്കാരമൊഴിച്ചാൽ സർവത്ര ശാന്തമായിരുന്നു. ആ നേരത്ത് ഉൾക്കടലിൽ ചൂണ്ടയിൽ ഇരക്കോർത്തെറിഞ്ഞിട്ട് ഭക്ഷണപ്പൊതി അഴിക്കുകയായിരുന്നു ആൽബർട്ട്. ഏറെ ദിവസങ്ങൾക്ക് ശേഷം കടലിൽ വന്നതിൻ്റെ ആവേശത്തിലായിരുന്നു അവൻ. എൻജിൻ ഓഫ് ചെയ്ത വെള്ളം ഓളങ്ങളിൽ മെല്ലെ ചലിക്കുന്നുണ്ടായിരുന്നു. ഇഷ്ടമുള്ള വള്ളമാണിതെന്ന് അവന് തോന്നി. കാരണം ഇത്രയും നേരത്തിനുള്ളിൽ തന്നെ 10-20 ചൂരയെയും 4 നെയ്മീനിനെയും കിട്ടിയിരിക്കുന്നു. ചൂണ്ടയിൽ കൊത്തുണ്ടെന്നും ചിലതിൽ മീൻ കുരുങ്ങി രക്ഷപ്പെടാനുള്ള പരാക്രമത്തിലാണെന്നും അറിയുന്നുണ്ടായിരുന്നു. ഇലച്ചോറിൻ്റെ പ്രത്യേക ഗന്ധം അനുഭവിച്ചപ്പോൾ തന്നെ അവന് വിശപ്പേറി. ചമ്മന്തിയും മുട്ട പൊരിച്ചതുമായിരുന്നു ഒപ്പം ഉണ്ടായിരുന്നത്. വേഗത്തിൽ അവൻ ഭക്ഷണം കഴിച്ചു തീർത്തു. കുപ്പിയിൽ നിന്ന് വെള്ളം കുടിച്ച് കടൽ വെള്ളത്തിൽ കൈ കഴുകി. ചൂണ്ടകൾ ഓരോന്നുയർത്തിത്തിറങ്ങി. പിടയ്ക്കുന്ന ചൂരകൾ ഓരോന്നിനെയും വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അവൻ വീണ്ടും അവയിൽ ചാള കോർത്ത് എറിഞ്ഞുകൊണ്ടിരുന്നു. എരിഞ്ഞു തീർന്ന ബീഡിയുടെ കുറ്റി വലിച്ചെറിഞ്ഞ് നീട്ടിയൊന്ന് തുപ്പിക്കൊണ്ട് വിൽഫ്രഡ് എഴുന്നേറ്റു. നേരെ ആൽബർട്ടിൻ്റെ വീട്ടിലേക്ക് നടന്നു. കരയിൽ കയറ്റി വെച്ചിരുന്ന വലിയ വള്ളങ്ങൾ തിമിംഗലങ്ങളെപ്പോലെ തോന്നിച്ചു. അവൻ ആൽബർട്ടിൻ്റെ വീട്ടുമുറ്റത്തെത്തി. ഒരു വട്ടം കൂടി ചുറ്റും ശ്രദ്ധിച്ചു. എങ്ങും ആരുമില്ല. ലിസി കിടക്കുന്നത് എവിടെയാണെന്ന് അവനറിയാം. അവൻ വീടിൻ്റെ പിന്നിലേക്ക് നീങ്ങി. അവിടെ ഒരു കിളിവാതിലുണ്ടായിരുന്നു. അവിടെ ചെന്ന് അവൻ അകത്തേക്ക് എത്തി നോക്കി. ഒന്നും കാണാൻ വയ്യ, ഇരുട്ട്. ലിസി, ലിസി, പതിയെ വിളിച്ചു. അതിന് മറുപടി കിട്ടിയില്ല. പ്രിൻസാണോ മോസാണോ എന്നറിയില്ല. ഉറക്കത്തിൽ സംസാരിക്കുന്നത് കേട്ടു. എൻജിൻ വേണം, ഒന്നുകൂടെ വേണം. അല്പനേരം കാത്തു നിന്നിട്ട് വിൽഫ്രഡ് വീണ്ടും വിളിച്ചു. ലിസി, ലിസി. അകത്തൊരു മോളെ കേട്ടു. ഇങ്ങോട്ട് വാ. ആരാടത്? ആ ചോദ്യം റോസമ്മയുടേതായിരുന്നു. ഇനി നിന്നാൽ കുഴപ്പമാണെന്ന് മനസ്സിലാക്കിയ വിൽഫ്രഡ് ഒറ്റയോട്ടം. എടാ, ആരാന്ന്? റോസമ്മ വിളിച്ചു ചോദിച്ചു. എന്താ മച്ചി? ഞെട്ടിയുണർന്ന ലിസി തിരക്കി. ആരാണ്ട് ഇവിടെ വന്നടി മോളെ. എന്നിട്ട്? നിന്റെ പേര് ചൊല്ലി വിളിച്ചു. കർത്താവേ, എന്നിട്ട് എന്ത് പറഞ്ഞാ മച്ചി?
ഒന്നും പറഞ്ഞില്ല. ഞാൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഓടിപ്പോകുന്ന ശബ്ദം കേട്ടു. ലിസി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ആരായിരിക്കും? തന്നെ പേരെടുത്ത് വിളിക്കണമെങ്കിൽ. അവളുടെ മനസ്സിൽ പെട്ടെന്ന് വിൽഫ്രഡിൻ്റെ മുഖം തെളിഞ്ഞു. വൈകിട്ട് അയാൾ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചത് ഇതായിരുന്നോ? അവിടെ നിന്ന് പിന്തിരിഞ്ഞൊടിയ വിൽഫ്രഡ് പെട്ടെന്ന് നിന്നു. മങ്ങിയ നാട്ടുവെളിച്ചത്തിൽ അയാൾ ഒരു കാഴ്ച കണ്ടു. തൻ്റെ മുന്നിൽ ഒരാൾ നിൽക്കുന്നു, പ്രതിമ പോലെ. തന്നെ നോക്കിക്കൊണ്ടാണ് നിൽപ്പ്. ആരാ? സംശയത്തോടെ വിൽഫ്രഡ് തിരക്കി. അതിന് ആ മനുഷ്യനിൽ നിന്ന് ഉത്തരം കിട്ടിയില്ല. വിൽഫ്രഡ് പതിയെ മുൻപോട്ടെടുത്തു. ആരാണെന്നാ ചോദിച്ചത്? ഇപ്പോൾ അയാൾ ഒന്നനങ്ങി. നിന്നെ എനിക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നു, ഇപ്പോൾ പൂർത്തിയായി. വിൽഫ്രഡിന് ആളെ മനസ്സിലായി. ജോർജ് കുട്ടി. അവൻ തുടർന്നു. ആൽബർട്ട് ചായൻ കടലിൽ നിന്നൊന്ന് വന്നോട്ടെ. നീ ആരാണെന്നും നിന്റെ ഉദ്ദേശം എന്താണെന്നും നാലാൾ കേൾക്കാൻ ഞാൻ പറയിക്കും. വിൽഫ്രഡിൻ്റെ നെറ്റി ഒന്ന് ചുളിഞ്ഞു നിവർന്നു. നിന്റെ പേര് ജെയിംസ് അല്ലെന്ന് എനിക്കറിയാം. ലാസറിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ആൽബർട്ട് ചായനെ ചതിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലടാ. തിളച്ചു പൊന്തിയ കോപം കടിച്ചമർത്തി വിൽഫ്രഡ് ചിരിച്ചു. എന്താ ജോർജ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എൻ്റെ പേര് ജെയിംസ് എന്ന് തന്നെയാ. എനിക്ക് ആരെയും ചതിക്കണമെന്ന വിചാരവുമില്ല. നീ തെറ്റിദ്ധരിച്ചതാ. അയാൾ ജോർജ് കുട്ടിയുടെ തൊട്ടടുത്തെത്തി. അവൻ്റെ തോളിൽ കൈവച്ചു. ജോർജ് കുട്ടി പക്ഷേ ആ കൈ തട്ടി മാറ്റി. എൻ്റെ ധാരണകൾ ശരി തന്നെയാണെന്ന് ഞാൻ തെളിയിച്ചു തരാമടാ. നേരം ഒന്ന് വെളുത്തോട്ടെ. എന്തിനാടാ അതുവരെ കാക്കുന്നത്? ഇപ്പം തന്നെ അങ്ങ് തെളിയിക്കുക നീ. ഇത് പറഞ്ഞതും വിൽഫ്രഡ് അരയിൽ നിന്നൊരു കത്തി വലിച്ചെടുത്തതോ ഒന്നിച്ചായിരുന്നു. മങ്ങിയ ഇരുട്ടിലും ഒരു കത്തിയുടെ തിളക്കം ഒരു മിന്നായ പോലെ ജോർജ് കുട്ടി കണ്ടു. വിൽഫ്രഡ് കത്തി വാങ്ങി. നീ ഒരു സത്യവും ആരോട് പറയാൻ പോകുന്നില്ലടാ. അവൻ്റെ അടിവയർ ലക്ഷ്യമാക്കി അയാൾ ആ കത്തി കുത്തിയിറക്കി. പക്ഷേ ഒരു കൊള്ളിമീൻ പോലെ അവൻ തെന്നി മാറിയിട്ട് കൈ ചുരുട്ടി വിൽഫ്രഡിൻ്റെ മുഖത്ത് ഒറ്റയിരി. അങ്ങനൊരു നീക്കം അപ്രതീക്ഷിതമായിരുന്നുകൊണ്ട് വിൽഫ്രഡ് ഒരു നിമിഷം പതറിപ്പോയി. എന്തിനും മടിക്കാത്തവനാണ് മുന്നിലുള്ളതെന്നറിഞ്ഞ് ജോർജ് കുട്ടി ആ തക്കത്തിന് തിരിഞ്ഞോടി. നിൽക്കട അവിടെ. കത്തി വാങ്ങിക്കൊണ്ട് കാലുകൾ ചിറകുകളാക്കി വിൽഫ്രഡും പിന്നാലെ പാഞ്ഞു. തൊട്ടില്ലെന്ന അകലം മാത്രമേ അവർ തമ്മിലുണ്ടായിരുന്നുള്ളൂ. പിന്നിലുള്ളത് മരണം മാത്രമാണെന്ന് ജോർജ് കുട്ടിക്കറിയാം. അതുകൊണ്ട് സകല ശക്തിയും കാലുകളിലേക്ക് ആവാഹിച്ച് പ്രാണൻ വാരിപ്പിടിച്ചുകൊണ്ടുള്ള ഒരോട്ടമായിരുന്നു. എന്നാൽ വിൽഫ്രഡിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം രംഗങ്ങൾ പുത്തരിയല്ല. ഇരയെ ഓടിച്ച് കടിച്ചു കീറിയിട്ടുള്ള എത്രയെത്ര അനുഭവങ്ങൾ. കടൽ തീരത്തെ പൂഴിമണ്ണിൽ ജോർജ് കുട്ടിയുടെ കാലുകൾ ആണ്ടു പോകുകയാണ്. മാത്രമല്ല തൻ്റെ ശരീരത്തിന് ഭാരം കൂടി വരികയാണെന്നും അവനറിഞ്ഞു. വയ്യ, തളരുന്നു. അവൻ കൈകൾ വായുവിൽ ആഞ്ഞു വീശി. പെട്ടെന്ന് വിൽഫ്രഡ് മുന്നോട്ട് ആഞ്ഞു കുതിച്ച് വലതുകാൽ ആഞ്ഞു വീശി. കാൽമുട്ടുകൾക്ക് താഴെ ഒരു നയമ്പ് കൊണ്ട് അടിയേറ്റതുമാതിരി ജോർജ് കുട്ടി പൂഴിമണലിൽ കമിഴ്ന്നു വീണു. അവിടെ നിന്നൊരുണ്ട് തിര തലപ്പത്തേക്ക് അടിച്ചു കയറി വന്ന ഒരു തിര അയാൾക്ക് മീതെ കൂടി കരയിലേക്ക് കയറി. ഒട്ടും തിടുക്കം കൂടാതെ വിൽഫ്രഡ് വെള്ളത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. മണ്ണിൽ കൈകളൂന്നി എഴുന്നേൽക്കുവാൻ ഭാവിക്കുകയായിരുന്ന ജോർജ് കുട്ടിയെ വീണ്ടും ചവിട്ടിത്താഴ്ത്തി മണ്ണിൽ ചവിട്ടിപ്പിടിച്ചു. ഒന്ന് രണ്ട് തിരകൾ കൂടി അയാളുടെ മുകളിലേക്ക് കയറിയിറങ്ങി. അവ മല്ലവിധനയിൽ ശ്വാസം വലിച്ചുവിട്ടു. മൂക്കിലും വായിലുമൊക്കെ ഉപ്പുവെള്ളവും മണ്ണും കയറിക്കഴിഞ്ഞിരുന്നു. വിൽഫ്രഡ് അവൻ്റെ തലമുടിക്ക് കുത്തിപ്പിടിച്ച് മുകളിലേക്ക് ഉയർത്തി. എടാ കൊച്ചനെ, മരിക്കുന്നതിന് മുമ്പ് നിന്നോട് ഞാനൊരു സത്യം പറയാം. നിന്നോട് മാത്രം. നിന്റെ നാവേന്ന് അത് വേറെ ആർക്കും കേൾക്കാൻ ഇടവരത്തില്ലെന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്, കേട്ടോ? ജോർജ് കുട്ടി അയാളെ തുറിച്ചു നോക്കിയതേയുള്ളൂ. ഒന്നും പറയാനായില്ല. അടുത്ത തിര വന്നു. വിൽഫ്രഡ് അവൻ്റെ തല താഴ്ത്തിപ്പിടിച്ചു. ഇത്തവണ അവൻ ഉപ്പുവെള്ളം കുടിക്കുക തന്നെ ചെയ്തു. കേട്ടോടാ, വിൽഫ്രഡ് തുടർന്നു. എൻ്റെ പേര് വിൽഫ്രഡ്. ഞാനൊരു പ്രൊഫഷണൽ കില്ലറാ. ഈ കടലോരത്ത് വന്നിരിക്കുന്നത് കൊല്ലാൻ തന്നെയാ. നിൻ്റെ ആൽബർട്ട് ചായനെയും അവൻ്റെ കുടുംബത്തിലുള്ള സകലതിനെയും. അത് കേട്ടതും ജോർജ് കുട്ടി കിടുങ്ങിപ്പിടഞ്ഞു. ഒറ്റ നിമിഷം കൊണ്ട് അവൻ്റെ തളർച്ച മാറി. അടുത്തുള്ളത് ആൽബർട്ട് ചായനെ കൊല്ലാൻ വന്നവനാണ്. അത് അനുവദിക്കരുത്. ഈ ചിന്ത ഒരാവേശമായി അവനിൽ പടർന്നിറങ്ങി. എടാ, കൈ ചുരുട്ടി പിന്നിലേക്ക് ഒറ്റ ഇടിയായിരുന്നു ജോർജ് കുട്ടി. കുനിഞ്ഞു നിൽക്കുകയായിരുന്ന വിൽഫ്രഡിൻ്റെ മുഖം ഒരിക്കൽ കൂടി ചതഞ്ഞു. ജോർജ് കുട്ടിയിലെ പിടി അയഞ്ഞു. ഒരു സ്രാവിനെ പോലെ അവൻ വെട്ടി മലർന്നു. കാലുയർത്തി ഒറ്റ ചവിട്ട്. വിൽഫ്രഡിൽ നിന്ന് ഒരു ആർത്തനാദമുയർന്നു. കാലുകൾക്കിടയിലായിരുന്നു ചവിട്ട് കിട്ടിയത്. കരയിൽ നിന്നും കടലിലേക്ക് മടങ്ങിയ തിരയിൽ അയാൾ വീണു. ഒരു ഡോൾഫിൻ കണക്കെ ജോർജ് കുട്ടി തിരയിൽ കുതിച്ചുയർന്നു. തിരമാലയിൽ ഘോര സംഘടനം. അടിച്ചടിച്ച് രണ്ടുപേരും പിന്നിലേക്ക് മലർന്നു. വിൽഫ്രഡിൻ്റെ കത്തി ഇതിനിടെ പിടിവിട്ടു പോയിരുന്നു. ആൽബർട്ട് ചായനെ കൊല്ലുന്നതിന് നീ ജീവിച്ചിരുന്നിട്ട് വേണ്ടറ പട്ടി. തിരമാലകളെ മുഴക്കത്തേക്കാൾ ഉച്ചത്തിൽ ജോർജ് കുട്ടിയുടെ ശബ്ദമുയർന്നു. വിൽഫ്രഡ് എഴുന്നേൽക്കാൻ ഭാവിച്ചപ്പോൾ മണ്ണിൽ എന്തോ ഒന്ന് അയാളുടെ കയ്യിൽ തടഞ്ഞു. അയാൾ അതെടുത്തു. തൻ്റെ കത്തി തന്നെയാണതെന്നറിയുവാൻ അയാൾക്ക് ഒരു സെക്കൻഡ് പോലും വേണ്ടി വന്നില്ല. ആ നേരത്ത് ജോർജ് കുട്ടി തൻ്റെ മേലേക്ക് പറന്നു വീഴുന്നത് അയാൾ കണ്ടു. പിന്നെ ഒട്ടും അമാന്തിച്ചില്ല. മലർന്ന് കിടന്നുകൊണ്ട് രണ്ട് കൈയിലും ബലമായി പിടിച്ച കത്തി മുകളിലേക്ക് തള്ളി. ആ, ഒരലർച്ച. അതൊരു തിരമാലയിൽ പാതി മുറഞ്ഞു. കത്തിയെന്ന് വട്ടം ചുറ്റി വിൽഫ്രഡ് ഊരിയെടുത്തു. തൻ്റെ മേൽ വെട്ടിയിറക്കപ്പെടുന്ന ഒരു മൃഗത്തിൻ്റെ പിടച്ചിൽ അയാൾ അറിഞ്ഞു. തിരമാല മടങ്ങി.
ജോർജ് കുട്ടിയെ തള്ളി മാറ്റി വിൽഫ്രഡ് എഴുന്നേറ്റു. അവൻ പൂഴിമണ്ണിൽ അള്ളിപ്പിടിക്കുന്നത് മങ്ങിയ നാട്ടുവെളിച്ചത്തിൽ അവൻ കണ്ടു. ഒരു തിര കൂടി വന്നപ്പോൾ ആ ദൃശ്യവും മാഞ്ഞു. തിര മടങ്ങിയപ്പോൾ ജോർജ് കുട്ടിയുടെ ശരീരവും കടലിലേക്ക് അല്പം വലിച്ചെടുക്കപ്പെട്ടു. 2-3 വലിയ തിരകൾ കൂടി വന്നു. മടങ്ങിയപ്പോൾ അവൻ്റെ ശരീരം കാണാനില്ലായിരുന്നു. വിൽഫ്രഡ് അല്പനേരം കൂടി അവിടെ തന്നെ നിന്നു. പിന്നെ തിരിച്ചു നടന്നു. നേരം പുലരാറായി. കടൽ തീരം ഉണർന്നു. മീൻ കൊണ്ടുപോകാനുള്ള വാഹനങ്ങളുടെ വരവായി. കച്ചവടക്കാരും ലേലം വിളിക്കാരും എത്തി. ചട്ടുകാലൻ കൊച്ചുകുട്ടി കടും കാപ്പി കച്ചവടം തകൃതിയായി നടത്തുന്നു. കഴിഞ്ഞിടെയാണ് ആൽബർട്ട് അത്തരം ഒരാശയം കൊച്ചുകുട്ടിയോട് പറയുന്നത്. കടും കാപ്പിയും സിഗരറ്റും ബീഡിയും വിൽക്കുക കൊച്ചുകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആയാസം കുറഞ്ഞ ജോലി. വെളുപ്പംകാലത്ത് ഒരുവിധം നല്ല കച്ചവടം കിട്ടും താനും. വള്ളങ്ങൾ വന്നു തുടങ്ങി. ചാളയും സിലോപ്പിയുമായിരുന്നു കൂടുതൽ. ലേലം കൊണ്ട മീനുകൾ ഇക്ബാൽ മുതലാളിയുടെ ഗോഡൌണിലേക്കും ടെമ്പോയിലേക്കും കയറ്റിക്കൊണ്ടിരുന്നു. നേരം നന്നായി പുലർന്നു. ആൽബർട്ട് ഇതുവരെ വന്നില്ലല്ലോ. ഇക്ബാൽ മുതലാളി അടുത്തു നിന്നവരെ നോക്കി. മീനൊന്നും കിട്ടിക്കാണത്തില്ലായിരിക്കും. ലാസർ അത് കേട്ട് ചിരിച്ചു. ഇക്ബാൽ മുതലാളി അവനെ തുറച്ചൊന്ന് നോക്കി. അതോടെ അവൻ തല കുനിച്ചു കളഞ്ഞു. വെടിമണിയൻ കടലിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അകലെ പൊട്ടുപോലെ ഒരു വള്ളം തെളിഞ്ഞു. ക്രമേണ അത് അടുത്തു വരികയാണ്. ആൽബർട്ട് ചായം വരുന്നു, മണിയൻ വിളിച്ചു പറഞ്ഞു. മിണ്ടാതെ നിൽക്കടാ കഴിവോട് മോനെ, ലാസർ അവനെ ശാസിച്ചു. അങ്ങേര് വരുന്നതിന് നിനക്കെന്നാ വേണോടാ? അതല്ല ശനെ, അവൻ പരുങ്ങി. ആൽബർട്ടിൻ്റെ വള്ളം അടുത്തെത്താറായി. അവൻ എൻജിൻ ഓഫ് ചെയ്തു. വന്ന വേഗതയിൽ അത് തിരയിലൂടെ കരയോടടുത്തു. അവൻ വെള്ളത്തിലിറങ്ങി. അത് കരയിലേക്ക് തള്ളിക്കയറ്റാൻ ഭാവിച്ചപ്പോഴേക്കും സഹായിക്കാൻ വിൽഫ്രഡ് ഓടിയെത്തി. വള്ളത്തിൽ കിടക്കുന്ന മുഴുത്ത മീനുകൾ കണ്ട് അവൻ അത്ഭുതം കൂറി. പുതിയ വള്ളം രാശിയുള്ളതാണല്ലോ ചായ. ആ, അവൻ ചിരിച്ചു. ആൽബർട്ടിൻ്റെ വള്ളത്തിലെ മീൻ കാണുവാൻ ആളുകൾ തിക്കിത്തിരക്കി. ചൂരയും നെയ്മീനുമായിരുന്നു കൂടുതൽ. വലിയ വള്ളത്തിൽ പോയവർക്ക് പോലും ഇത്രയും മീനൊന്നും കിട്ടിയിട്ടില്ല. മാത്രമല്ല ഇത്തരം മീനും കിട്ടിയിട്ടില്ല. ലേലം തുടങ്ങട്ടെ അച്ചായ, വിളിക്കാരൻ അന്ത്രു തിരക്കി. അവൻ 4-5 കിലോ തൂക്കം വരുന്ന ഒരു നെയ്മീൻ എടുത്തു മാറ്റി വെച്ചു, വീട്ടിൽ കൊണ്ടുപോകുവാൻ. ഇക്ബാൽ മുതലാളി തന്നെ നോക്കുന്നത് അവൻ കണ്ടു. ഇന്ന് ലേലം വേണ്ട അന്ത്രുവേ, ഒരു വിലയിട്ട് ഇക്ബാൽ മുതലാളിക്ക് അങ്ങ് കൊടുത്താൽ മതി. അത് വേണ്ട ആൽബർട്ടെ, മുതലാളി തടഞ്ഞു. നല്ല മീനൊന്നും ഇവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും ലേലത്തിൽ പങ്കെടുക്കട്ടെ. വേണ്ട മുതലാളി. എന്നാൽ പിന്നെ നിൻ്റെ ഇഷ്ടം അന്ത്രുവേ, നീ വിലയിട്ടോടാ, ഇക്ബാൽ മുതലാളി പറഞ്ഞു. യമഹ എഞ്ചിനടുത്ത് ഒരു തോളിലും മറുതോളിൽ മീനും മറ്റു സാധനങ്ങളും എത്തി ആൽബർട്ട് വീട്ടിലേക്ക് നടന്നു. അതിനിടെ വിൽഫ്രഡിനോട് പറഞ്ഞു, വള്ളം ഒന്ന് ഒതുക്കി വച്ചേക്കണടാ. ആ. ലാസർ നടന്നു മറയുന്ന ആൽബർട്ടിനെ പകയോടെ നോക്കുന്നുണ്ടായിരുന്നു. അമ്മാച്ചൻ മുട്ടൻ മീൻ കൊണ്ടുവന്നേ. അവൻ്റെ കയ്യിലിരിക്കുന്ന നെയ്മീൻ കണ്ടപ്പോൾ പ്രിൻസും മോസസും തുള്ളിച്ചാടി. ലിസിയും റോസമ്മയും ഇറങ്ങി വന്നു. അവർ മീൻ ലിസിയെ ഏൽപ്പിച്ചു. എങ്ങനെയുണ്ടായിരുന്നു മോനെ കോള്? റോസമ്മ തിരക്കി. കുഴപ്പമില്ലായിരുന്നു അമ്മച്ചി. വീടിൻ്റെ മൂലയിൽ അവൻ യമഹ ഇറക്കി വെച്ചിട്ട് കൈകൾ വീശിക്കുടഞ്ഞു. നീ കുളിച്ചേച്ചു വാ, അമ്മച്ചി പാലപ്പം മുട്ടക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആൽബർട്ട് കുളിയും മറ്റും കഴിഞ്ഞെത്തി. ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ പ്രിൻസും മോസസും വന്നടുത്തിരുന്നു. അവൻ അപ്പം മുറിച്ച് കറിയിൽ മുക്കി അവരുടെയും വായിലേക്ക് വെച്ചു കൊടുത്തു. അവർ തിന്നതാടാ, നീ തിന്നാൻ നോക്ക്, ലിസി കാപ്പി കൊണ്ടുവന്ന് വയ്ക്കുന്നിടയിൽ പറഞ്ഞു. അവനൊന്ന് ചിരിച്ചു. ഞങ്ങൾക്ക് അമ്മാച്ചൻ്റെ കൂടെ തിന്നണം. കുട്ടികൾ അവനോട് ഒന്നുകൂടി ചേർന്നിരുന്നു. അമ്മച്ചി അങ്ങനെയൊക്കെ പറയും, പക്ഷേ മക്കൾ കേൾക്കണ്ട കേട്ടോ, അവൻ അവരോട് പറഞ്ഞു. ആ നേരത്താണ് മാർത്ത അങ്ങോട്ട് വന്നത്. എന്താ പെണ്ണേ? കടലിൽ പോയി വിശേഷം അറിയാൻ വന്നതാ, നാണത്തോടെ അവൾ അറിയിച്ചു. അതാണോ കാര്യം? അവിടെ ഒരു വലിയ തിമിംഗലത്തെ കണ്ടു. അതെന്നോട് ചോദിക്കുക. മാർത്ത എന്നൊരു കൊച്ച് തുറയിലുണ്ടല്ലോ, അതിനോട് ഞാൻ തിരക്കിയോന്ന് പറയുമോന്ന്. അയ്യടാ, ഒരു തമാശക്കാരൻ, അവൾ മുഖം വീർപ്പിച്ചു. ലിസിയും അങ്ങോട്ട് വന്ന റോസമ്മയും ചിരിച്ചു. അമ്മച്ചി, ഒരു നെയ്മീൻ കുറച്ച് മുറിച്ച് മാർത്തയ്ക്ക് കൊടു. പെണ്ണ് വന്നത് അതിനാ. ആൽബർട്ട് ലിസിയെ നോക്കി. എനിക്കൊന്നും വേണ്ട, മാർത്ത മുഖം വീർപ്പിച്ചു. കൂടുതൽ പത്രാസ് കാണിക്കാതെ വാങ്ങിച്ചുകൊണ്ട് പോകണേ. ലിസി ഒരു മീൻ തുണ്ട കടലാസിൽ പൊതിഞ്ഞ് കൊണ്ടുവന്ന് കൊടുത്തു. അവൾ അത് വാങ്ങി. തിരിച്ചു നടക്കാൻ ഭാവിക്കുമ്പോഴാണ് ചട്ടുകാലം കൊച്ചുട്ടി വേഗത്തിൽ അങ്ങോട്ട് വന്നത്. ആൽബർട്ട ചായ, എന്താടാ പറയാൻ വന്നത്? പക്ഷേ കിതപ്പിനിടയിൽ കുരുങ്ങിപ്പോയി കൊച്ചുട്ടിക്ക്. എന്താണ് കൊച്ചുട്ടി? എന്താണെങ്കിലും വേഗം പറ. അവൻ്റെ കിതപ്പും പാരിവശ്യവും കണ്ടപ്പോൾ തന്നെ കാര്യമായിട്ടെന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ആൽബർട്ട് തിടുക്കം കൂട്ടി. മീൻ തുണ്ടവുമായി മുന്നോട്ട് നടക്കാനാ ഞമാർത്തയുടെ കാലുകളും നിശ്ചലമായി. വാതിൽക്കൽ റോസമ്മയും ലിസിയും തലനീട്ടി. എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് ഉമിനീരിറക്കിക്കൊണ്ട് പതിരെ ശബ്ദത്തിൽ കൊച്ചുട്ടി പറഞ്ഞു. കഴിഞ്ഞ രാത്രിയിലെ വാളശാന്തയെ ആരാണ്ട് കൊന്നു. എല്ലാ കണ്ടങ്ങളിൽ നിന്നും ഒരേപോലെയാണ് ആ ശബ്ദമുയർന്നത്. അതേന്നേ, കുത്തി കീറിയിട്ടിട്ടുണ്ട്. നീ കണ്ടോ? എനിക്ക് കാണാൻ മേല, തലകറങ്ങും. ആൾക്കാരൊക്കെ അങ്ങോട്ട് പോവുകയാ. ആൽബർട്ട് തുറയിൽ അങ്ങോളം ഇങ്ങോളം കണ്ണോടിച്ചു. ആളുകൾ തിടുക്കപ്പെട്ട് വടക്കോട്ട് പോകുന്നത് കണ്ടു. അവനും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് നീങ്ങി. വാളശാന്തിയുടെ വീട്ടുമുറ്റത്ത് തുറയിലെ ഏതാണ്ട് നല്ലൊരു ഭാഗം ജനങ്ങളും കൂടിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഇവളോട് ശത്രുതയുള്ളതാർക്കാ? അത്യാവശ്യക്കാർക്ക് ഉപകാരിയല്ലായിരുന്നോ ഇവള്? ഷാപ്പുകാരൻ പരമു ചായക്കടക്കാരൻ അവറാച്ചനോട് ചോദിക്കുന്നത് കേട്ടു.
അതേന്നേ, എന്നാലും കൊതിക്കറ് ഉള്ളവന്മാർ കാണുമായിരുന്നല്ലോ. അവന്മാർ വല്ലതുമായിരിക്കണം ഇത് ചെയ്തത്, അവർ അച്ഛൻ്റെ മറുപടി. ആളുകൾക്കിടയിലൂടെ ആൽബർട്ട് ശാന്തയുടെ വീടിൻ്റെ തിണ്ണയിൽ കയറി. അവിടെ വരെയേ എല്ലാവരും കയറിയിട്ടുള്ളൂ. തുറന്നു കിടന്നിരുന്ന വാതിലൂടെ അവിടെ നിന്നാൽ തന്നെ കാഴ്ച വ്യക്തമായിരുന്നു. കിടക്കയിൽ പകുതി തറയിലും ബാക്കി കട്ടിലിലുമായി ചോരയിൽ കുളിച്ചു കിടക്കുന്ന ശാന്ത. കണ്ണുകൾ തുറച്ചു നിന്നിരുന്നു. തറയിൽ തളം കെട്ടിക്കിടക്കുന്ന ചോര. കൈലിയും ബ്ലൗസുമായിരുന്നു വേഷം. അടിവയറ്റിലാണ് കുത്തുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നി. അല്പനേരം അത് നോക്കി നിന്നതിന് ശേഷം ചിന്തയോടെ ആൽബർട്ട് പിൻവാങ്ങി. ശാന്തയെ കൊന്നതുകൊണ്ട് കാര്യമായ പ്രയോജനമൊന്നും ആർക്കും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെയുള്ളത് ഒരു പക്ഷേ സാമ്പത്തിക ലക്ഷ്യമായിരിക്കണം. ശരീരം വിറ്റ് അത്ര മോശമല്ലാത്ത സമ്പാദ്യം ഉണ്ടാക്കിയിട്ടുള്ളവളാണ് ശാന്ത. ആ പണമൊക്കെ അവൾ ഇവിടെ തന്നെ ആയിരിക്കണം സൂക്ഷിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ബാങ്കിൽ അവൾക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നതായി ആർക്കും അറിയില്ല. പോസ്റ്റ് ഓഫീസിൽ പോലും നിക്ഷേപമില്ലായിരുന്നു. മുറ്റത്തിന് പുറത്തു വന്നു നിന്ന് അവൻ ഒരു ബീഡി കത്തിച്ചു. കാര്യം പറഞ്ഞ് ഇക്ബാൽ മുതലാളിയും പിന്നാലെ വിൽഫ്രഡും അങ്ങോട്ട് വന്നു. പോലീസിൽ അറിയിക്കണ്ടേക്കാ? ആൽബർട്ട് തിരക്കി. ഞാൻ ഫോൺ ചെയ്തിട്ടുണ്ട്. ശവം കാണാനായി ഇക്ബാലും വിൽഫ്രഡും മുന്നോട്ട് നീങ്ങി. ലാസറും വെടിമണിയനുമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. കുറ്റപ്പെടുത്തും വിധം മണിയൻ ലാസറെ നോക്കുന്നുണ്ടായിരുന്നു. എന്താടാ? ലാസർ നെറ്റി ചൊളിച്ചു. എന്നെ പറഞ്ഞു ഒത്തിരി കൊതിപ്പിച്ചിട്ടില്ലേ? എന്നിട്ട് ഒറ്റത്തവണ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ? എന്നിട്ടിപ്പോഴെന്തായി? ഇനി ഇതും പറഞ്ഞ് എന്നെക്കൊണ്ട് ആശാൻ ജോലി എടുപ്പിക്കുന്നത് എനിക്കൊന്ന് കാണണം. എടാ പതുക്കെ പറ, വല്ലവരും ഇനി ഇത് കേട്ടാൽ മതി. കൊന്നത് നമ്മളാന്ന് വേണമെങ്കിലും പറയും. ലാസറുടെ മുന്നറിയിപ്പ്. എന്നിട്ട് മണിയനെ നിർത്താൻ തോന്നിയില്ല. പറയുന്നതിൽ അങ്ങോട്ട് പറയാം. അല്ല പിന്നെ. വാളശാന്ത മരിച്ചതിൽ അവന് ദുഃഖമില്ല. പക്ഷേ അവൻ്റെ സ്വപ്നമായിരുന്നു ഒരു രാത്രി ശാന്തയുടെ കൂടെ ഒന്ന് കഴിയണമെന്ന്. അത് ഇനി കഴിയില്ലല്ലോ എന്ന നിരാശയായിരുന്നു അവന്. ഒരു പോലീസ് വാഹനത്തിൻ്റെ മൂളൽ. ആളുകളുടെ ശ്രദ്ധ അവിടേക്ക് തിരിഞ്ഞു. കടൽ തീരത്തുകൂടി ഓടിയ ജീപ്പ് ഏതാണ്ട് ശാന്തയുടെ വീടിനടുത്ത് തന്നെ വന്നു നിന്നു. ASI കാർത്തികേയൻ്റെ നേതൃത്വത്തിലുള്ള പോലീസുകാർ ഇറങ്ങി വന്നു. മാറി നിൽക്കാൻ. പോലീസുകാർ ലാത്തി കൊണ്ട് ആൾക്കാരെ തള്ളി മാറ്റി. ASIക്ക് വഴി കൊടുത്തു. കാർത്തികേയൻ അകത്ത് കയറി രംഗം വീക്ഷിച്ചു. പിന്നെ തിണ്ണയിലേക്ക് വന്നു. ആരാടാ ബോഡി ആദ്യം കണ്ടത്? ജനങ്ങൾ നിശബ്ദരായി. ആരിൽ നിന്നും ASIക്ക് മറുപടി കിട്ടിയില്ല. അപ്പോൾ ആരും കാണാഞ്ഞിട്ടാണോ ഇത്രയും ആളുകൾ ഇവിടെ കൂടിയത്? ഞങ്ങളെ വിവരമറിയിച്ചത്? അയാളുടെ ശബ്ദം കുറച്ചുകൂടി ഉയർന്നു. അതിനും ഉത്തരം കിട്ടിയില്ല. കാർത്തികേയന് കോപം ഇരട്ടിച്ചു. ഇതിനിടെ അയാൾ ആൽബർട്ടിനെ കണ്ടിരുന്നു. തങ്ങളുടെ SIയെ കുടുക്കിയവൻ. അതിൻ്റെ കോപതാപങ്ങൾ കാർത്തികേയൻ്റെ ഉള്ളിൽ തിളച്ചു പൊന്തി. മര്യാദയ്ക്ക് പറഞ്ഞോ, ആരാ ഇത് കണ്ടതെന്ന്? അല്ലെങ്കിൽ എല്ലാത്തിനെയും ഞങ്ങളങ്ങ് പൊക്കും. അതെന്ത് ന്യായമോ സാറേ? അയാളുടെ ആ സംസാരവും ഭാവവും ആൽബർട്ടിന് ഒട്ടും ഇഷ്ടമായില്ല. ആദ്യം കണ്ടത് ആരാണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിലും സംഗതി സത്യമാണെന്ന് ബോധ്യപ്പെട്ടില്ലേ? സാറ് ഇനിയുള്ള നടപടികൾ അങ്ങ് നോക്കിയാൽ പോരെ? അത് നീയാണോടാ നായിൻ്റെ മോനെ തീരുമാനിക്കുന്നത്? കാർത്തികേയൻ അലറി. നടപടിയൊന്നും സ്വീകരിക്കാൻ ഞങ്ങൾക്ക് മനസ്സിലിടാ. നീ എന്ത് ചെയ്യും? ആൽബർട്ട് ചിരിച്ചു. അത് ചുമ്മാ. ഒരു കൊലപാതകം നടന്നിട്ട് സംഭവ സ്ഥലത്ത് വന്ന പോലീസ് ഒന്നും മിണ്ടാതെ ഒരു നടപടിയും എടുക്കാതെ തിരിച്ചു പോയെന്ന് പറയുന്നത് ഇതുവരെ കേട്ടിട്ട് പോലുമില്ല. നീ ഞങ്ങളെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. വേണ്ടി വന്നാൽ ഈ കൊലപാതകത്തിന് നീയാകും ഉത്തരവാദി. കാർത്തികേയൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഇതൊക്കെ പണ്ടത്തെ പോലീസുകാരുടെ വരട്ടല്ലായിരുന്നോ സാറേ? കാലം മാറിയതറിഞ്ഞില്ലേ? ചുമ്മാതെ നിൽക്കുന്നവനെ പിടിച്ച് കൊലയാളിയാക്കിയാൽ അതിൻ്റെ ഫലം അനുഭവിക്കും സാർമാർ. എന്നാൽ അതൊന്ന് കാണട്ടടാ. കാർത്തികേയൻ മുറ്റത്തേക്കിറങ്ങി. പക്ഷേ ഇക്ബാൽ മുതലാളി അയാൾക്കും ആൽബർട്ടിനും ഇടയിലെത്തി. നിങ്ങൾ തമ്മിൽ ഒരു കശപ്പിശ വേണ്ട സാറേ. നിങ്ങളുടെ നടപടി നടക്കട്ടെ. അതിനാ തിരക്കിയത്. ആദ്യം ആരാ ഇത് കണ്ടതെന്ന്. അതിപ്പോൾ ഇക്ബാൽ മുതലാളി ചുറ്റും നോക്കി. ആരാണിത് കണ്ടതെങ്കിലും തുറന്നു പറഞ്ഞോളേ. കാര്യങ്ങൾ തിരക്കാനാ ഇവർ പോലീസുകാർ വന്നിരിക്കുന്നത്. ഞാനാ മുതലാളി കണ്ടത്. ഒരു പതിഞ്ഞ ശബ്ദം കേട്ടു. ഇക്ബാൽ അങ്ങോട്ട് നോക്കി. 10-12 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി. എന്താടി പിന്നെ ഇതുവരെ മിണ്ടാതിരുന്നത്? നിന്റെ അണ്ണാക്കിൽ പഴമായിരുന്നോ? കാർത്തികേയൻ അലറി. ഒറ്റ കരച്ചിലായിരുന്നു പെൺകുട്ടി. ഇത് കണ്ടും കേട്ടും ആൽബർട്ടിൻ്റെ ക്ഷമ നശിച്ചു. ഇതൊക്കെ തന്നെയാ സാറേ ഇതുവരെ ആ കുട്ടി മിണ്ടാതിരുന്നത്. ബാധിയായാലും പ്രതിയായാലും സാക്ഷിയായാലും പോലീസിൻ്റെ പ്രതികരണം ഇതാണല്ലോ. നീ മിണ്ടരുത്. ഒന്ന് പോ സാറേ. പറയാനുള്ളത് ഞാൻ എവിടെയും പറയും. നിങ്ങൾ പോലീസുകാരെ ആദ്യം ചെയ്യേണ്ടത് സാധാരണ മനുഷ്യരോട് മാന്യമായി സംസാരിക്കാനെങ്കിലും പഠിക്കുക എന്നതാണ്. ASIയും പോലീസുകാരും പരസ്പരം നോക്കി. ആളുകൾ പരിഹാസത്തോടെയാണ് തങ്ങളെ നോക്കി നിൽക്കുന്നതെന്ന് അവർക്ക് ബോധ്യമായി കഴിഞ്ഞിരുന്നു. എന്തായാലും കാർത്തികേയൻ പിന്നീട് ആ പെൺകുട്ടിയോട് മാന്യമായാണ് സംസാരിച്ചത്. കുട്ടിയുടെ പേരെന്താ? തങ്കമണി. നീയാണോ ഈ കാഴ്ച ആദ്യം കണ്ടത്? അവൾ തലയാട്ടി. എന്തിനാ നീ ഇവിടെ വന്നത്? അമ്മ പറഞ്ഞു ഇവിടുന്ന് പാലിൻ്റെ പൈസ വാങ്ങിച്ചുകൊണ്ട് വരാൻ. തങ്കമണി വന്നപ്പോൾ ഇവിടെ മറ്റാരെങ്കിലും കണ്ടോ? ഇല്ല. ASI തങ്കമണിയുടെ അമ്മയെയും ചോദ്യം ചെയ്തു. മകൾ പറഞ്ഞതുപോലെ തന്നെയാണ് ആ സ്ത്രീയും പറഞ്ഞത്. ഇത് കണ്ടേച്ച് അലറിക്കരഞ്ഞോണ്ടായിരുന്നു സാറേ കുഞ്ഞ്. ആ. കാർത്തികേയൻ പിന്തിരിഞ്ഞു. ആംബുലൻസ് വരുത്തി ബോഡി അതിൽ കയറ്റി. മടങ്ങും മുമ്പ് കാർത്തികേയൻ ആൽബർട്ടിനെ രൂക്ഷമായി ഒന്ന് നോക്കി. അവനും ഒട്ടും വിട്ടുകൊടുത്തില്ല. 2 പോരുകോഴികളുടെ ഭാവം. ശാന്തയുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി. ആളുകൾ പിന്നെയും ഒന്നിച്ചുകൂടി.
ശാന്തയ്ക്ക് ഇവിടെ ബന്ധുക്കൾ ആരും തന്നെയില്ല. ആ നിലയ്ക്ക് ശവം ഏറ്റുവാങ്ങണ്ടേ, ദഹിപ്പിക്കണ്ടേ? ആരും മുന്നിട്ടിറങ്ങും? ഭാര്യമാരുള്ള സ്ത്രീകൾ ഭർത്താക്കന്മാരെ വിലക്കി. വേണ്ട വേണ്ട, ഇത്രയും കാലം കണ്ടവന്മാരുടെ കൂടെ കിടന്ന അവളുടെ ശവത്തിന് പുറകെ പോകണ്ട. ഒരു കാര്യം പറഞ്ഞേക്കാം, ജീവിച്ചിരുന്നപ്പോഴേ അവൾ പെണ്ണുങ്ങൾക്ക് നാണക്കേടുണ്ടാക്കിയോളാ. അതുകൊണ്ട് ശവം കെട്ടി എഴുന്നള്ളിക്കാൻ പോയേക്കരുത്. അങ്ങനെ ഒട്ടുമിക്കാലും ആണുകൾ പിൻവാങ്ങി. എങ്ങനെയാ? ഇക്ബാൽ മുതലാളിയും ആൽബർട്ടും മുഖാമുഖം നോക്കി. വിൽഫ്രഡും ഉണ്ടായിരുന്നു കൂടെ. എന്ത് വേണം ആൽബർട്ടെ? ശാന്ത എങ്ങനെയുള്ളവളായിരുന്നെങ്കിലും ഈ തുറയിലായിരുന്നല്ലോ ഇത്രയും കാലം താമസിച്ചത്. അതുകൊണ്ട് അവളുടെ ശവം ഏറ്റുവാങ്ങി ഇവിടെ ദഹിപ്പിക്കണം. അക്കാര്യത്തിൽ ആൽബർട്ടിന് രണ്ടാമതൊന്ന് ചിന്തിക്കാനില്ലായിരുന്നു. ജോർജ് കുട്ടിയെ കണ്ടില്ലല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി പോകാമായിരുന്നു. ജോർജ് കുട്ടി എന്ന പേര് കേട്ടതും വിൽഫ്രഡ് കടലിലേക്ക് അറിയാതെ നോക്കിപ്പോയി. എങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി പോകാം, ഇക്ബാൽ മുതലാളി പറഞ്ഞതുകൊണ്ട് വിൽഫ്രഡിന് നേരെ തിരിഞ്ഞു. ജെയിംസേ, നീ ശവദാഹത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കണം. അയാൾ കുറച്ച് രൂപയെടുത്ത് വിൽഫ്രഡിനെ ഏൽപ്പിച്ചു. അനന്തരം ഇക്ബാൽ മുതലാളിയും ആൽബർട്ടും പട്ടണത്തിലേക്ക് പോയി. 3 മണിയോടെ ശാന്തയുടെ ശവശരീരം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മടക്കി കിട്ടി. 1 മണിക്കൂറിനുള്ളിൽ തുറയിലെത്തുകയും വളരെ പെട്ടെന്ന് തന്നെ ചിതയൊരുക്കുകയും ചെയ്തു. ആളുകൾ കുറച്ചകലെ നിന്ന് അത് നോക്കുന്നുണ്ടായിരുന്നു. നേരം സന്ധ്യയായി. ചിതയിലെ തീ അണഞ്ഞു തുടങ്ങി. ചിതയിൽ നിന്ന് വെളുത്ത പുക മുകളിലേക്ക് ഉയരുന്നതും അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേരുന്നതും നോക്കി കൽക്കെട്ടിൽ ഇരിക്കുകയായിരുന്ന ആൽബർട്ട്. ഒരു കാറ്റടിച്ചപ്പോൾ പുക വടക്കോട്ട് നീങ്ങി, മേഘം പോലെ. ആ നേരത്തായിരുന്നു ഇക്ബാൽ മുതലാളിയുടെ കാർ അവിടെ വന്നു നിന്നത്. ആൽബർട്ട് അവിടേക്ക് എഴുന്നേറ്റ് ചെന്നു. ഡോർ തുറന്ന് മുതലാളി ഇറങ്ങി. ആൽബർട്ടെ, സുഖമില്ലാത്തൊരു വാർത്ത പരന്നിരിക്കുന്നു. അതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് അറിയില്ല. എന്താ മുതലാളി? അവൻ നെറ്റിച്ചുളിച്ചു. അത് പിന്നെ ഒന്ന് നിർത്തിയിട്ടാണ് അയാൾ പറഞ്ഞത്. കഴിഞ്ഞ രാത്രി മുതൽ ജോർജ് കുട്ടിയെ കാണാനില്ല. ഇപ്പോൾ ആളുകൾ പറയുന്നു ശാന്തയെ കൊന്നിട്ട് അവൻ ഒളിച്ചു പോയതാണെന്നാണ്. കർത്താവേ! തലയിൽ കൈവച്ചുകൊണ്ട് അവൻ തറയിലിരുന്നു പോയി. സങ്കടത്തോടെ അവനെ തന്നെ നോക്കി നിന്ന് ഇക്ബാൽ. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ഉൾവിളി ഉണ്ടായതുപോലെ ആൽബർട്ട് ചാടി എഴുന്നേറ്റു. ഇല്ല. അവൻ ഇക്ബാലിനെ നോക്കി. ഇല്ല മുതലാളി, അവനൊരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ഞാൻ അവൻ്റെ വീട്ടിലേക്കൊന്ന് ചെല്ലട്ടെ. തിടുക്കത്തിൽ ആൽബർട്ട് ജോർജ് കുട്ടിയുടെ വീട്ടിലേക്ക് നടന്നു. ഒരു മരണ വീടിൻ്റെ അന്തരീക്ഷമായിരുന്നു ജോർജ് കുട്ടിയുടെ വീട്ടിൽ. അവൻ്റെ അമ്മ ഗ്രേസിയും പെങ്ങൾ മോളിക്കുട്ടിയും കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ തിണ്ണയിൽ ഇരിക്കുകയായിരുന്നു. തുറയിലെ ചില ആളുകളും മുറ്റത്തുണ്ടായിരുന്നു. എല്ലാവരെയും ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടാണ് ആൽബർട്ട് മുറ്റത്തേക്ക് ചെന്നത്. ആൽബർട്ടെ, ആൾക്കാർ പറയുന്നതൊക്കെ നേരാണോടോ മോനെ? എൻ്റെ കുഞ്ഞാനോടാ ശാന്തയെ കൊന്നത്? അവനെ കണ്ടത് നിലവിളിയോടെ ഗ്രേസി മുറ്റത്തേക്ക് ചാടിയിറങ്ങി. അവൻ്റെ നെഞ്ചിലേക്ക് തളർന്ന് വീഴുകയായിരുന്നു ആ സ്ത്രീ. നിന്റെ കൂടെ നിഴല് പോലെ നടക്കുന്നവനല്ലടാ അവൻ. അവൻ അവളെ കൊന്നിട്ടുണ്ടെങ്കിൽ അത് നിനക്കറിയാതെ വരത്തില്ലല്ലോ മോനെ. ഉള്ളതാണെങ്കിൽ അതെന്നോട് പറ മോനെ. അമ്മച്ചി, അവൻ ഗ്രേസിയുടെ ചുമലിൽ തലോടി. ഇന്നലെ രാത്രിയിൽ കടലിൽ പോയതായിരുന്നു ഞാൻ. പക്ഷേ എനിക്കറിയാം നമ്മുടെ ജോർജുട്ടി അങ്ങനെ ചെയ്യത്തില്ലെന്ന്. അമ്മച്ചി വിശ്വസിക്കണം. ഒരാളിനെ കൊല്ലാനുള്ള മനക്കരുത്തൊന്നും അവനില്ല. മാത്രമല്ല, ശാന്തയും അവനുമായിട്ട് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല താനും. അവൻ ആ സ്ത്രീയെ തൻ്റെ ശരീരത്തിൽ നിന്ന് അടർത്തി മാറ്റി. അമ്മച്ചി വിഷമിക്കേണ്ട. ജോർജ് കുട്ടി എവിടെയെങ്കിലും പോയതായിരിക്കും. ഇന്ന് തിരിച്ചു വരും. അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് ഈ മുന്നിൽ നിർത്തി തരും. പോരെ? ഗ്രേസി പുറം കൈകൊണ്ട് കണ്ണീരൊപ്പി. ആൽബർട്ടിൻ്റെ വാക്കുകൾ ആ സ്ത്രീക്ക് ആശ്വാസം പകർന്നിരുന്നു. നേരം സന്ധ്യയാകുകയാണ്. പെട്ടെന്നാണ് മുറ്റത്ത് നിന്നിരുന്നവരിൽ ആരോ പറഞ്ഞത്, പോലീസ് വരുന്നു. ആൽബർട്ട് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ASI കാർത്തികേയൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് അപ്പോഴേക്കും മുറ്റത്തെത്തിയിരുന്നു. ആളുകൾ പെട്ടെന്ന് നിശബ്ദരായി. അവർ വഴിമാറി. മോളിക്കുട്ടി എണീറ്റ് ചാരി നിന്നു. മുറ്റത്ത് നിന്ന് കാർത്തികേയൻ ചുറ്റും നോക്കി. അയാളുടെ കണ്ണുകൾ ഒരു വട്ടം ആൽബർട്ടിൻ്റെ കണ്ണുകളുമായി കൊരുത്തു വലിച്ചു. ജോർജുട്ടി എവിടെ? ആരോടൊന്നില്ലാതെയാണ് അയാൾ തിരക്കിയത്. ആരിൽ നിന്നും ഉത്തരം കിട്ടിയില്ല. എന്താ, ആർക്കൊന്നും ആവില്ലേ? ഈ വീട്ടിലുള്ളവർ ആരൊക്കെയാ? ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്. ഗ്രേസി മോളിക്കുട്ടി അയാളുടെ മുന്നിലെത്തി. നിങ്ങൾ അവൻ്റെ അമ്മയാണോ? ഗ്രേസി തലകുലുക്കി. ഈ പെണ്ണോ? എൻ്റെ മോളാ സാറേ. കാർത്തികേയൻ മോളിക്കുട്ടിയെ അടിമുടി ഒന്ന് നോക്കി. കാണാൻ തരക്കേടില്ലാത്ത പെണ്ണ്. അവയവ മുഴുപ്പ് വേണ്ടോളമുണ്ട്. ജോർജ് കുട്ടി എവിടെ? എനിക്കറിയത്തില്ല സാറേ. കഴിഞ്ഞ രാത്രി മുതൽ അവനെ കാണാനില്ല. ഒറ്റക്കരച്ചിലായിരുന്നു ഗ്രേസി. കാർത്തികേയൻ ചിരിച്ചു. ഈ കണ്ണീര് കൊണ്ടൊന്നും പോലീസിനെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല തള്ളേ. അതിരിക്കട്ടെ, കൊല നടത്തിയിട്ട് എപ്പോഴാണ് അവൻ തിരിച്ചു വന്നത്? ഇല്ല സാറേ, എൻ്റെ കുഞ്ഞ് ആരെയും കൊന്നിട്ടില്ല. എന്ന് നിങ്ങൾക്കെങ്ങനെ അറിയാം? അവൻ്റെ പെറ്റമ്മയായ എന്നേക്കാൾ കൂടുതൽ അറിയാവുന്നത് ആർക്കാ സാറേ? ഒരിക്കലും അവൻ ഒരാളെ കൊല്ലത്തില്ല. പിന്നെ ആരാ ശാന്തയെ കൊന്നത്? നിങ്ങളാണോ? ഗ്രേസി ദയനീയമായി കാർത്തികേയനെ നോക്കി. അയാൾ പോലീസുകാരുടെ നേരെ തിരിഞ്ഞു. ഇക്കാര്യത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ അകത്ത് കയറിയൊന്ന് നോക്കിയേര്. പോലീസുകാർ വീടിനുള്ളിലേക്ക് കയറി. അല്പനേരത്തിനുള്ളിൽ മടങ്ങി വരികയും ചെയ്തു. സാർ, അവനിവിടെ ഇല്ല. കാർത്തികേയൻ കടുപ്പിച്ചൊന്ന് മൂളി. സാരമില്ല, എവിടെയുണ്ടെന്ന് ഇവർ പറഞ്ഞു തരും. അയാൾ വീണ്ടും ഗ്രേസിയെ നോക്കി. അവൻ എവിടെയാണെന്ന് പറഞ്ഞാൽ തൽക്കാലം നിങ്ങളെ ഞങ്ങൾ വിട്ടേക്കാം. അല്ലെങ്കിൽ
അറിയാത്ത കാര്യം എങ്ങനെ സാറേ പറയുന്നത്? ഇന്നലെ രാത്രിയിൽ ഈ തിണ്ണയ്ക്ക് ഉറങ്ങാൻ കിടന്ന കുഞ്ഞാ, പിന്നെ ഞാൻ കണ്ടിട്ടേയില്ല. അത് ശരി. കാർത്തികേയൻ വിരലുകൾക്കിടയിലിട്ട് തിരിച്ചു. ഞാൻ തന്നെ പറയിക്കാം, അയാൾ മോളിക്കുട്ടിയോട് പറഞ്ഞു. നടക്കടി വീടിനുള്ളിലേക്ക്. അവൾ നടുങ്ങിപ്പോയി. സാർ, നടക്കാൻ. എന്തിനാ സാറേ? അപ്പോഴേക്കും ആൽബർട്ട് ഇടപെട്ടു. അത് ചോദിക്കാൻ നീ ആരാടാ? ഞാൻ ആരുമാകട്ടെ. ജോർജ് കുട്ടി എവിടെയാണെന്ന് അറിയാത്ത ഇവർക്ക് എങ്ങനെ അത് പറഞ്ഞു തരാൻ കഴിയും? എന്നാൽ നീ ഇങ്ങ് പറഞ്ഞതാടാ. അതിനെനിക്കറിയണ്ടേ? എങ്കിൽ അറിയാവുന്നവരെ കൊണ്ട് പറയിച്ചോളാം ഞാൻ. വെറുതെ പ്രശ്നമുണ്ടാക്കല്ലേ. ആൽബർട്ടിൻ്റെ ചോര തിളച്ചു തുടങ്ങി. എങ്കിലും തൽക്കാലം അടക്കി. നിന്നോട് അകത്തേക്ക് നടക്കാനില്ലടി പറഞ്ഞത്. ഒറ്റ അലർച്ചയായിരുന്നു കാർത്തികേയൻ. നടുങ്ങിപ്പോയി മോളിക്കുട്ടി. നിലവിളിച്ചുകൊണ്ട് ഒറ്റയോട്ടമായിരുന്നു അവൾ വീടിനുള്ളിലേക്ക്. കാർത്തികേയനും തിണ്ണയിലേക്ക് കയറി. വേവലാതിയോടെ ഗ്രേസി പിന്നാലെ ചെന്നപ്പോൾ കാർത്തികേയൻ തിരിഞ്ഞു നോക്കി. എങ്ങോട്ടാ? അവിടെ തന്നെ നിന്നാൽ മതി. വിലങ്ങ് കാലുകളിൽ വീണതുപോലെ ഗ്രേസി നിന്നുപോയി. ദയനീയമായി അവർ ആൽബർട്ടിനെ നോക്കി. പേടിക്കേണ്ടെന്ന ഭാവത്തിൽ അവൻ തലയനക്കി കാണിച്ചു. ASI കാർത്തികേയൻ അകത്തേക്ക് കടന്നു. മുറിക്കുള്ളിൽ ഇരുട്ടായി തുടങ്ങിയിരുന്നു. എങ്കിലും കാർത്തികേയൻ്റെ കണ്ണുകൾ മോളിക്കുട്ടിയെ കണ്ടുപിടിച്ചു. മുറിയുടെ മൂലയിൽ നിന്ന് വിറയ്ക്കുകയാണവൾ. അയാൾ അടിവച്ചടിവെച്ച് മുന്നോട്ടെടുത്തു. പിന്നോട്ട് നീങ്ങാൻ ഒരിഞ്ച് സ്ഥലമില്ലാതെ അവൾ കൈകൾ കൊണ്ട് ഭിത്തിയിൽ പരതി. അവളുടെ മാറിടങ്ങൾ ക്രമാതീതമായി ഉയർന്നു താഴുന്നത് അയാൾ കണ്ടു. അയാളുടെ നോട്ടം കണ്ടപ്പോൾ അവൾ തല കുനിച്ചു. കാർത്തികേയൻ കൈ നീട്ടി അവളുടെ താടിക്കടിയിൽ തൊട്ടു. പിന്നെ മേലേക്കുയർത്തി. അവളുടെ മുഖം ഉയർന്നു. നോക്ക്, സത്യം പറഞ്ഞില്ലെങ്കിൽ ഇതുപോലെയൊന്നും ആയിരിക്കില്ല നിനക്ക് കരയേണ്ടി വരുന്നത്. മോളിക്കുട്ടി ഒന്നുകൂടി തേങ്ങി. സത്യമാ സാറേ പറയുന്നത്? എനിക്കറിയത്തില്ല. ജോർജ് ചായനെ ഈ കഴിഞ്ഞ രാത്രിക്ക് ശേഷം കണ്ടിട്ടില്ല ഞാൻ. അപ്പറഞ്ഞത് കള്ളമാണല്ലോ കൊച്ചേ. കെയിൻ കൊണ്ട് അയാൾ അവളുടെ ഇരു കവിളിലും തലോടി. തൻ്റെ കൈയാണ് അത് ചെയ്യുന്നതെന്ന ഭാവമായിരുന്നു അപ്പോൾ ആ കണ്ണുകളിൽ. ASI കാർത്തികേയൻ മോളിക്കുട്ടിയുടെ ശരീരത്തിലൂടെ കെയിൻ താഴേക്ക് നീക്കി. വല്ലാതെ ഒന്ന് പൊളഞ്ഞ് ഭിത്തിയോട് ഒന്നുകൂടി ചേർന്ന് നിന്നു അവൾ. കെയിൻ അവളുടെ വലുതു മാറിടത്തിനു മുകളിൽ അമർത്തിക്കൊണ്ട് അയാൾ വല്ലാത്ത ഭാവത്തിൽ ഒന്ന് ചിരിച്ചു. അയാളുടെ ചൂട് നിശ്വാസം അവളുടെ മുഖത്ത് തട്ടി. എനിക്കൊന്നും അറിയത്തില്ല സാറേ, സത്യമായിട്ടും അറിയത്തില്ല. മോളിക്കുട്ടി തേങ്ങി. കള്ളം പറഞ്ഞാലുണ്ടല്ലോ, നീ ഉടുത്തിരിക്കുന്ന തുണി ഓരോന്നായി ഞാൻ ഊരിയിങ്ങെടുക്കും. പിന്നെ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നിനക്കറിയാമല്ലോ. മോളിക്കുട്ടിയുടെ ശരീരം ഒന്ന് വെട്ടിവിറച്ചു. അയാൾ തുടർന്നു. അതുകൊണ്ട് മര്യാദയ്ക്ക് അവനെ എവിടെയാണെന്ന് പറഞ്ഞോ. കെയിൻ പിന്നെയും താഴേക്ക് നീങ്ങി. ഒരു നിമിഷം അത് അവളുടെ പൊക്കിൽ ചുഴിയിൽ കുത്തി നിന്നു. പറയടി. അറിയത്തില്ല സാറേ. ജോർജ് ചയ്യൻ എവിടാന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. ഓഹോ. കെയിൻ മാറ്റാതെ അയാൾ ഇടത് കൈകൊണ്ട് അവളുടെ കവിളിൽ തലോടി. ചുണ്ടിലും മൂക്കിലുമൊക്കെ പതിയെ നുള്ളി കുലുക്കി. പിന്നെ ഇടത് കൈവീശി ഒറ്റയടി. അവളുടെ വലത് കവിൾത്തടം പുകഞ്ഞു. അമ്മച്ചി! ഒറ്റ നിലവിളിയായിരുന്നു അവൾ. അകത്തെന്താണ് നടക്കുന്നതെന്ന് അറിയാതെ ഉദ്വേഗത്തോടെ പുറത്തു നിന്നിരുന്ന ആൽബർട്ടും മറ്റും ആ നിലവിളി കേട്ടു. എൻ്റെ പൊന്നുമോളെ! ഗ്രേസിയെ നിലവിളിച്ചു. അടുത്ത നിമിഷം തന്നെ തടഞ്ഞു നിർത്തിയിരുന്ന പോലീസുകാരെ തള്ളിമാറ്റി ആൽബർട്ട് അകത്തേക്ക് കുതിച്ചു. മങ്ങിയ ഇരുട്ടിൽ മോളിക്കുട്ടിയോട് ചേർന്ന് നിൽക്കുന്ന കാർത്തികേയനെ അവൻ കണ്ടു. എടാ! അലറിക്കൊണ്ട് അവൻ ചാടി ഉയർന്നു. പങ്കായം പോലെ കാൽ വീശിയടിച്ചു. ഹാ! ഒരു നിലവിളിയോടെ കാർത്തികേയൻ തെറിച്ചു ചെന്ന് ഭിത്തിയിലിടിച്ചു. പുറത്തു പോ മോളി, ആൽബർട്ട് നിർദ്ദേശിച്ചു. ജീവൻ തിരിച്ചു കിട്ടിയ ഭാവത്തിൽ അവൾ പുറത്തേക്ക് ഓടി. അപ്പോൾ കാർത്തികേയൻ്റെ കൂടെ വന്ന പോലീസുകാർ അകത്തേക്ക് തള്ളിക്കയറാൻ ഭാവിക്കുകയായിരുന്നു. പക്ഷേ ആ നേരത്ത് ആൽബർട്ട് വീടിൻ്റെ വാതിൽ വലിച്ചടച്ച് കൊളുത്തിട്ടിട്ട് കാർത്തികേയന് നേരെ വെട്ടിത്തിരിഞ്ഞു. കാർത്തികേയൻ പാഞ്ഞു വന്നു. നീ പോലീസുകാരുടെ മേൽ കൈവയ്ക്കല്ലടാ. അയാൾ അവൻ്റെ കരണത്ത് ആഞ്ഞടിച്ചു. പക്ഷേ ആൽബർട്ട് അടി തടഞ്ഞു. പങ്കായം പിടിക്കുന്ന കയ്യ സാറേത്. മനസ്സ് വെച്ച് ഒരെണ്ണം അങ്ങോട്ട് തന്നാൽ പോലീസല്ല ഏത് പൊന്നു മോനാണേലും ചങ്കു കലങ്ങിപ്പോകും. അവൻ അയാളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് പിന്നോട്ട് തള്ളിക്കൊണ്ടുപോയി ഭിത്തിയിൽ മുട്ടിച്ചു നിർത്തി. പിന്നെ പറഞ്ഞു. നോക്ക്, മര്യാദയെങ്കിൽ മര്യാദ, അല്ലെങ്കിൽ തന്നെക്കാൾ തറയാനാനും. കിടപ്പിനിടയിൽ അവൻ്റെ ശബ്ദം ഇടയ്ക്കിടെ മുറിഞ്ഞു. അല്ലെങ്കിൽ ജീവനോടെ തൻ്റെ ശരീരം ഈ വീടിന് പുറത്തു പോകില്ല. അവൻ്റെ ആ ഭാവത്തിന് മുന്നിൽ കാർത്തികേയൻ ശരിക്കും ഭയന്നു പോയി. പോലീസുകാർ വാതിലിൽ ചവിട്ടുന്നത് കേട്ടു. അവന്മാരോട് പറ വാതിൽ പൊളിക്കരുതെന്ന്, അല്ലെങ്കിൽ. ആൽബർട്ട് കാർത്തികേയൻ്റെ കഴുത്തിലെ പിടിവിട്ടു. അപ്പോഴും കയ്യിലെ പിടിവിട്ടിരുന്നില്ല. കാർത്തികേയൻ അവനെ തുറച്ചു നോക്കി. പിന്നെ വിളിച്ചു പറഞ്ഞു. രാജാ, ഗംഗാധര, വാതിൽ പൊളിക്കണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതോടെ പോലീസുകാർ പിൻവാങ്ങി. സാറേ, ഈ പാവം പിടിച്ച തള്ളയെ മോളെ വെറുതെ വിട്ടേരെ. അവർക്കറിയില്ല ജോർജ് കുട്ടി എവിടെയാണെന്ന്. അവൻ കൊലയാളിയാണെങ്കിലും അല്ലെങ്കിലും ഈ തുറയിൽ കാലുകുത്തിയാൽ സാറിൻ്റെ മുന്നിൽ എത്തിച്ചു തരാമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. കാർത്തികേയൻ മിണ്ടിയില്ല. ആൽബർട്ട് അയാളുടെ കയ്യിലെ പിടിവിട്ടു. ഞാൻ സാറിനെ തല്ലിയെന്ന് പുറത്താരും അറിയണ്ട. അത് സാറിന് മാനക്കേടാ. പിന്നെ കള്ളക്കേസിലെങ്ങാനും എന്നെയോ ഇവിടുത്തെ സ്ത്രീകളെയോ കൊടുക്കാൻ ശ്രമിച്ചാൽ സ്ത്രീ പീഡനത്തിന് നിങ്ങളുടെ തൊപ്പി തെറിപ്പിക്കും ഞാൻ. കാക്കിയില്ലാത്ത പോലീസുകാരൻ തെരുവ് പട്ടിക്ക് തുല്യമാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും. കാർത്തികേയൻ കുടുകൂടെ വിയർത്തു. ഒറ്റയ്ക്ക് ഇവനോട് അടിച്ചു നേടാൻ തനിക്കാവില്ലെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു.
ഒന്നും മിണ്ടാതെ കാർത്തികേയൻ ചെന്ന് വാതിൽ തുറന്ന് പുറത്തിറങ്ങി. ആകാംക്ഷയോടെ നിൽക്കുകയായിരുന്നു പോലീസുകാരും ജനങ്ങളും. മോളിക്കുട്ടിയാണെങ്കിൽ ഗ്രേസിയുടെ ചുമലിലേക്ക് മുഖം അമർത്തി നിന്ന് ഏങ്ങനെ അടിച്ച് കരയുന്നു. കാർത്തികേയൻ അവർക്കടുത്തെത്തി. നോക്ക്, ഇപ്പോൾ പോവുകയാണ് ഞങ്ങൾ. ജോർജ് കുട്ടി ഇവിടെ വന്നാലുടനെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചേക്കണം. അല്ലെങ്കിൽ എല്ലാത്തിനെയും വലിച്ചെടുത്ത് ജീപ്പിലിട്ടുകൊണ്ടങ്ങ് പോകും ഞാൻ, പറഞ്ഞേക്കാം. അവരുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ കാർത്തികേയൻ പോലീസുകാർക്ക് നേരെ തിരിഞ്ഞു. കമീൻ. അയാളും പോലീസുകാരും നടന്നുപോയി. ആൽബർട്ട് വാതിൽക്ക് നിന്ന് എല്ലാം കാണുകയായിരുന്നു. അവൻ മുറ്റത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ആളുകൾ ചുറ്റും കൂടി. മല പോലെ വന്ന് എലിപ്പോലെ പോയി എന്ന് പറയുന്നത് പോലെ ആയല്ലോ അച്ചായ പോലീസുകാരുടെ പ്രവൃത്തി. അതിനിടെ എന്ത് മറിയമായുമാ അച്ചായന ASIയോട് ചെയ്തത്? അവനൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു. പിന്നെ ഗ്രേസിയോട് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട കേട്ടോ, പോലീസ് ഇനി വരത്തില്ല. ജോർജ് കുട്ടി എവിടെയാണേലും ഞാൻ തപ്പിയെടുത്ത് കൊണ്ടുവരും, പോരെ? ഗ്രേസി തലയാട്ടി. ആളുകൾ വീട്ടുമുറ്റത്തു നിന്ന് പിരിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. രാത്രി കനത്തു. പട്ടണത്തിൽ തൻ്റെ ഫ്ലാറ്റിൽ ആരെയോ കാത്തിരിക്കുകയായിരുന്നു അങ്കിൾ ഫ്രെഡി. അവനെ ഇതുവരെ കണ്ടില്ലോടാ. ചുരുട്ടിൽ നിന്ന് പുകവലിച്ച് ഊതി പറത്തുന്നതിനിടയിൽ അസ്വസ്ഥതയോടെ അയാൾ തോമസിനെ നോക്കി. വരുമെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണുവെട്ടിച്ചല്ലേ അവന് പോരാൻ പറ്റുമോ? ഫ്രെഡി ഒന്നമർത്തി മൂളി. അല്പം കഴിഞ്ഞപ്പോൾ ബെൽ ശബ്ദിച്ചു. ഫ്രെഡിയെ ഒന്ന് നോക്കിയിട്ട് തോമസ് എന്ന് വാതിൽ തുറന്നു. വിൽഫ്രഡ് അകത്തേക്ക് കയറിയ ഉടനെ വാതിൽ അടയ്ക്കുകയും ചെയ്തു. വിൽഫ്രഡ് അങ്കിൾ ഫ്രെഡിയുടെ മുന്നിലെത്തി. എന്നെ അത്യാവശ്യമായിട്ട് വിളിപ്പിച്ചത്? ഫ്രെഡി ഒരു കവിൾ പുക വലിച്ചെടുത്തു. പിന്നെ വിൽഫ്രഡിൻ്റെ മുഖത്തേക്ക് നോട്ടം നട്ടു. ആൽബർട്ടിനെയും അവൻ്റെ കുടുംബത്തിലുള്ളവരെയും ഇല്ലാതാക്കാനാണ് നിന്നെ ഞാൻ നിയോഗിച്ചത്. എന്നിട്ട് അവരിൽ എത്ര പേരെ കൊന്നു? ഒട്ടും ഭയമില്ലാത്ത ചോദ്യമായിരുന്നു അത്. ആരെയും കൊന്നില്ല. അതിനുള്ള അവസരം വരുമ്പോൾ ഞാൻ അത് ചെയ്തിരിക്കും. ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ കൊല്ലണമെന്നല്ലേ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് താമസം നേരിടുന്നത്. അത് മനസ്സിലാകും എനിക്ക്. പക്ഷേ നിരപരാധികളെ കൊന്നൊടുക്കി തുറയിൽ കോലാഹലം സൃഷ്ടിച്ചാൽ നിനക്ക് നിന്റെ ശരിക്കുള്ള ലക്ഷ്യം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അങ്കിൾ എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ ഇന്നലെ നടന്ന 2 കൊലപാതകങ്ങൾക്ക് ഉത്തരവാദി നീയാണെന്ന് എനിക്കറിയാം. 2 കൊലപാതകങ്ങളോ? വിൽഫ്രഡ് നെറ്റിച്ചുളിച്ചു. അവിടെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് മാത്രമേ കൊല്ലപ്പെട്ടിട്ടുള്ളൂ. അത് ചെയ്തത് ആൽബർട്ടിൻ്റെ ഉറ്റ സുഹൃത്ത് ഒരു ജോർജ് കുട്ടിയാണ് താനും. അവൻ പക്ഷേ ഒളിവിലാ. ഇത്തവണ അങ്കിൾ ഫ്രെഡി ഉറക്കെ ചിരിച്ചുപോയി. കിടന്ന് പിടയ്ക്കുന്നവൻ്റെ കീഴിൽ കിടന്നു പെടുത്തിട്ടുള്ളവനാടാ ഈ ഫ്രെഡി. ഞാൻ പറയുന്നു, ജോർജ് കുട്ടി ഇനി തിരിച്ചു വരത്തില്ലെന്ന്. നീ അവനെ കൊന്നെന്ന്. എന്താ ശരിയല്ലേ? വിൽഫ്രഡ് അതിനുത്തരം നൽകിയില്ല. അങ്കിൾ ഫ്രെഡി വിൽഫ്രഡിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തുടർന്നു. മറ്റാർക്കും ഒന്നും അറിയില്ലെങ്കിലും ഞാൻ എല്ലാം അറിയും വിൽഫ്രഡ്. ക്യാമറ കണ്ണുകൾ പോലെ എൻ്റെ കണ്ണുകൾ സദാ നിന്റെ പിന്നാലെയുണ്ട്. അമ്പരപ്പ് വിട്ടുമാറാതെ നിൽക്കുകയായിരുന്നു അപ്പോഴും വിൽഫ്രഡ്. അത് ശ്രദ്ധിക്കാതെ ഫ്രെഡി പറഞ്ഞു, ആൽബർട്ടിൻ്റെ പെങ്ങളിൽ നിനക്ക് മോഹം ഉദിച്ചതോ? നീ അവിടെ പോയതിലോ യാതൊരു തെറ്റുമില്ല. പക്ഷേ കാര്യം കണ്ടു കഴിഞ്ഞിട്ട് ആ രാത്രി തന്നെ അവളെ തീർക്കണമായിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. മടങ്ങിപ്പോകും വഴി ജോർജ് കുട്ടി നിന്നെ തടഞ്ഞു. സത്യം പുറത്തറിയാതിരിക്കാൻ അവനെയും തീർത്തിട്ട് നീ മടങ്ങാൻ ഭാവിക്കുമ്പോഴാണ് ബാലശാന്ത മുന്നിൽ നിൽക്കുന്നത് കണ്ടത്. ആം ഐ കറക്റ്റ്? തലയാട്ടാതിരിക്കാനായില്ല വിൽഫ്രഡിന്. നീ ചെയ്തതിൻ്റെ തെളിവെടുക്കുകയല്ല ഞാൻ. പൈപ്പിൽ നിന്നും ചാരം ആശ്രയിലേക്ക് അങ്കിൾ തട്ടിയിട്ടു. പക്ഷേ അതിൻ്റെ വരുംവരായികകൾ നിന്നെ ബോധ്യപ്പെടുത്തുകയാണ്. തുടർച്ചയായി തുറയിലിങ്ങനെ ആളുകൾ ചത്തൊടുങ്ങുമ്പോൾ അതിന് പിന്നിൽ ആരെന്നുള്ള അന്വേഷണം മുറുകും. അപ്പോൾ പിന്നെ നിനക്ക് ലക്ഷ്യം കാണാൻ പ്രയാസമാകും. മാത്രമല്ല, ഇത്രയും കാലം അവിടെ ഇല്ലാതിരുന്ന സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്. പോലീസും ജനവും ആദ്യം ചിന്തിക്കുന്നത് പുതിയതായി തുറയിൽ എത്തിയിട്ടുള്ളവരെക്കുറിച്ചാകും. നീ കുടുങ്ങിപ്പോകും വിൽഫ്രഡ്. അത്രയും നേരം മിണ്ടാതെ നിന്ന വിൽഫ്രഡിൻ്റെ നാവ് ചലിച്ചു. എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയായി കിട്ടണമെന്ന ആഗ്രഹമല്ലേ അങ്കിളിനുള്ളൂ? അത് ഞാൻ ചെയ്തു തരും. പക്ഷേ അതിനിടെ ഞാൻ എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യം അങ്കിളിനില്ല. ഇത്രയും ദിവസം ആർക്കും യാതൊരു പിടിയും കൊടുക്കാതെ അവിടെ നിൽക്കാൻ എനിക്കാവുമെങ്കിൽ ലക്ഷ്യം നേടിയിട്ട് അവിടെ നിന്നും രക്ഷപ്പെട്ടു വരാനും എനിക്കറിയാം. ദയവ് ചെയ്ത് ഇടയ്ക്കിടെ എന്നെ ഇങ്ങനെ വിളിച്ചു വരുത്തി ഭരിക്കരുത്. എനിക്കത് ഇഷ്ടമില്ല. അമ്പരന്ന് പോയി അങ്കിൾ ഫ്രെഡി. വിൽഫ്രഡ് ഇങ്ങനെ വെട്ടിത്തുറന്ന് പറയുമെന്ന് അയാൾ സ്വപ്നാഭി കരുതിയിരുന്നില്ല. താങ്കൾക്ക് കൂടുതലൊന്നും എന്നോട് പറയാനില്ലെന്ന് കരുതുന്നു. വിൽഫ്രഡ് പിന്തിരിഞ്ഞു. എല്ലാം കെട്ട് ഭിത്തിച്ചാരി നിൽക്കുകയായിരുന്നു തോമസിനെ ഒന്ന് നോക്കിയതിന് ശേഷം വാതിൽ തുറന്ന് പുറത്തിറങ്ങി. അയാൾ ലിഫ്റ്റിൽ കയറുന്നതുവരെ ഫ്രെഡി നോക്കിയിരുന്നു. കണ്ണാടിക്കിടയിൽ അയാളുടെ കണ്ണുകൾ 2 വൈരക്കല്ലുകൾ കണക്കെ തിളങ്ങുന്നുണ്ടായിരുന്നു. ആ വാതിലടച്ചേരെ തോമസേ. തെല്ല് കഴിഞ്ഞപ്പോൾ ഫ്രെഡി പറഞ്ഞു. തോമസ് അപ്രകാരം ചെയ്തു. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വ്യക്തിയാണവൻ. അല്ലെങ്കിൽ തിരിഞ്ഞു കൊത്താനും മടിക്കില്ല. പറഞ്ഞുകൊണ്ട് അയാൾ പൈപ്പ് തോമസിനെ ഏൽപ്പിച്ചു. തോമസ് അതിൽ പുകയില കുത്തി നിറയ്ക്കുവാൻ തുടങ്ങി. അവിടെ നിന്നിറങ്ങിയ വിൽഫ്രഡ് നേരെ കാക്കനാട്ടൊക്കെയാണ് പോയത്. അവിടെ ഒരു ബാറിൽ കയറിയിരുന്ന് മദ്യപിച്ചു. 11 മണിക്ക് ബാർ അടയ്ക്കാൻ നേരത്താണ് അവിടെ നിന്ന് എഴുന്നേറ്റത്. കാലുകൾ വേച്ചു പോകുന്നുണ്ടായിരുന്നു. റോഡിലൂടെ അല്പം നടന്നപ്പോൾ ഒരു ഓട്ടോ വന്നു. അത് കൈ കാണിച്ചു നിർത്തി. എങ്ങോട്ടാ? അയാൾ സ്ഥലം പറഞ്ഞു. രാത്രിയിലത്തെ യാത്രയാ. പോരെങ്കിൽ ഒരുമാതിരി വല്ലാത്ത സ്ഥലവും. അവിടെ ഒരുത്തിയെ കുത്തിക്കൊന്നൊക്കെ കേട്ടു സാറേ.
വല്ല പോലീസും പിടിച്ച് ചുമ്മാ പരട്ടിയാൽ മതി. എൻ്റെ 100 രൂപ പോക്കാം. അയാൾ ഓട്ടോ വിട്ടു പോകാൻ ഭാവിച്ചു. നിൽക്ക്, പറയട്ടെ. എന്താ? അയാളുടെ നെറ്റി ചുളിഞ്ഞു. വിൽഫ്രഡ് കീശയിൽ നിന്ന് 2 100 രൂപ നോട്ടുകൾ എടുത്തു നീട്ടി. ഇത് നിനക്ക് ഞാൻ ഫ്രീ തരുന്നതാ. ബാക്കി കാശ് എത്രയാന്ന് വെച്ചാൽ അങ്ങെത്തുമ്പോൾ തന്നേക്കാം. ഓട്ടോ ഡ്രൈവർ രൂപ വാങ്ങി. വിൽഫ്രഡ് അതിൽ കടന്നിരുന്നു. ഓട്ടോ നീങ്ങി. വിൽഫ്രഡിൻ്റെ മനസ്സിലെപ്പോഴും അങ്കിൾ ഫ്രെഡിയെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു. തൻ്റെ ഓരോ ചലനവും ശ്രദ്ധിക്കുവാൻ അയാൾ ആളിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പക്ഷേ ആരെ? അല്ലെങ്കിൽ വാളശാന്തിയെ കൊന്നതിനെക്കുറിച്ച് പറയില്ലല്ലോ. ജോർജ് കുട്ടിയെ കാണാതായതിനെക്കുറിച്ച് സംശയങ്ങൾ വെച്ച് വേണമെങ്കിൽ ഒരു കഥ അയാൾക്ക് മനയാം. ആൽബർട്ടിൻ്റെ വലം കൈ ആയതിനാൽ താൻ അവനെ തീർത്തതെന്ന്. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. എല്ലാം വള്ളിപ്പുള്ളി തെറ്റാതെ. വാസ്തവത്തിൽ ശാന്തയെ കൊല്ലണമെന്ന് മനസ്സിൽ പോലും ചിന്തിച്ചിരുന്നതല്ല. വിൽഫ്രഡിൻ്റെ മനസ്സിൽ ഒരു സിനിമ പോലെ ആ രംഗം തെളിയുകയായിരുന്നു. സാർ, സ്ഥലത്തെത്തി. ഓട്ടോ ഡ്രൈവറുടെ ശബ്ദം കേട്ടാണ് വിൽഫ്രഡ് ചിന്തയിൽ നിന്നുണർന്നത്. ചുറ്റും നോക്കി. തുറയിലെത്തിയിരിക്കുന്നു. ഓട്ടോ ഡ്രൈവർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ രൂപ കൊടുത്തിട്ട് അയാൾ ഇറങ്ങി. ഓട്ടോ തിരിച്ചുപോയി. വിൽഫ്രഡ് അല്പദൂരം നടന്നു. പെട്ടെന്ന് ഒരു ടോർച്ചിൻ്റെ വെളിച്ചം ശരീരത്തിലേക്ക് പാളി വീണു. ഒപ്പം ഒരാജ്ഞയും. നിൽക്കവിടെ. വിൽഫ്രഡിന് എന്തോ ആപത്ശങ്ക തോന്നി. അയാളുടെ കൈ ഞൊടിയിടയിൽ അരയിലേക്ക് നീണ്ടു. അവിടെ ഭദ്രമായി വച്ചിരുന്ന കടാരയുടെ പിടിയിൽ വിരൽ മുറുകി. ടോർച്ചിൻ്റെ വെളിച്ചം അയാളുടെ ശരീരത്തിൽ തന്നെ തങ്ങി നിൽക്കുകയായിരുന്നു. നിൽക്കവിടെ എന്ന് തന്നോട് കൽപ്പിച്ചതാരെന്ന് അപ്പോഴും അയാൾക്ക് വ്യക്തമായിരുന്നില്ല. ടോർച്ച് അണയ്ക്കാതെ ഒരു മനുഷ്യൻ വിൽഫ്രഡിനടുത്തേക്ക് വന്നു. ശത്രുവാണെങ്കിൽ കുത്തിക്കീറുക. അങ്ങനെ ഒരു ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു വിൽഫ്രഡ്. ആ മനുഷ്യൻ തൊട്ടടുത്തെത്തി. പിന്നെ സ്വന്തം മുഖത്തേക്ക് ടോർച്ച് തെളിച്ച് കാണിച്ചു. വിൽഫ്രഡ് ആളെ കണ്ടു. ഒപ്പം തന്നെ വല്ലാത്തൊരു നടുക്കം അയാളെ ബാധിച്ചു. അഷ്റഫിക്ക. അറിയാതെ ഒരു ശബ്ദം അയാളുടെ ചുണ്ടിൽ നിന്ന് അടർന്നു. കട്ട അഷ്റഫ് ടോർച്ചണച്ച് അയാൾക്ക് അഭിമുഖമായി തന്നെ നിന്നു. മങ്ങിയ നാട്ടുവെളിച്ചത്തിൽ പോലും ആ കണ്ണുകൾക്ക് 2 വൈരക്കല്ലുകളുടെ തിളക്കമുണ്ടെന്ന് വിൽഫ്രഡിന് തോന്നി. മാത്രമല്ല, കോഴിക്കോട്ട് നിന്ന് അഷ്റഫിക്ക ഈ കൊച്ചിയിൽ വരണമെങ്കിൽ അതിന് തക്കതായ കാര്യം കാണും. ഇക്കവിടെ? പതിരെ ശബ്ദത്തിൽ വിൽഫ്രഡ് തിരക്കി. അഷ്റഫ് ശബ്ദമില്ലാതെ ചിരിച്ചു. ഇവിടുത്തെ ജോലി ഒരാഴ്ചക്കുള്ളിൽ തീർത്തിട്ട് വരാമെന്ന് പറഞ്ഞല്ലടാ ഹമുക്കെ, നീ പോന്ത്. എന്നിട്ട് ഒന്ന് വിളിക്കുകയെങ്കിലും ചെയ്തോ? വിൽഫ്രഡ് ചുറ്റും നോക്കി. അബദ്ധത്തിലെങ്കിലും ആരെങ്കിലും ഈ വഴി വന്നാൽ കുഴപ്പമാണ്. ഇക്ക, നമുക്കിവിടെ നിന്ന് മാറി നിൽക്കാം. ആ. ഇരുവരും കടൽക്കരയിലേക്ക് നടന്നു. ആരും വരില്ലെന്നുറപ്പുള്ള ഭാഗത്ത് കൽക്കെട്ടിൽ ഇരിപ്പുറപ്പിച്ചു. ഇനി പറയ്, എന്താ നിനക്കിവിടെ താമസം? അഷ്റഫ് തീ പുറത്തു കാണാത്ത വിധം കുനിഞ്ഞിരുന്ന് ഒരു ചുരുട്ട് കത്തിച്ചു. ചുമ്മാ കൊല്ലാനാണെങ്കിൽ 1/2 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന ജോലിയേ ഉള്ളൂ ഇക്ക. പക്ഷേ ഇതങ്ങനെയല്ല. ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ഓരോരുത്തരെയായി വകവരുത്തണം. അയാളെല്ലാം വിശദീകരിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഒക്കെയും അഷ്റഫ് മോളിക്കെട്ടു. പിന്നെ തിരക്കി. അതിനനുസരിച്ചുള്ള പണം തരുമോ ആ കള്ളപ്പന്നി? അങ്കിൾ ഫ്രെഡി തരാമെന്ന് ഏറ്റിരിക്കുന്നത്. എങ്കിലും സൂക്ഷിക്കണം. കാര്യം നടന്നു കഴിഞ്ഞാൽ അയാൾ എങ്ങനെയാണ് പ്രതികരിക്കുകയെന്ന് ചിന്തിക്കാൻ പോലും ആവില്ല. എനിക്കിട്ട് എന്തെങ്കിലും പാര പണിതാൽ ഒരു ബുള്ളറ്റ് ഞാൻ ആദ്യമേ തന്നെ നീക്കി വെച്ചിട്ടുണ്ട്. അത് വേണം. അഷ്റഫ് ചുരുട്ട് ആഞ്ഞു വലിച്ചു. ഞാനിങ്ങോട്ട് വന്നത് എന്തിനെന്നറിയാമോ? ഇല്ലിക്ക, നിന്നെ കാണാൻ തന്നെയാ. എന്തെങ്കിലും പണി? ആ. വിൽഫ്രഡ് ഒന്ന് ഇളകിയിരുന്നു. ഇവിടുത്തെ പണി തീർത്തിട്ട് മതിയോ ഇക്ക? ഇവിടുത്തെ പണിക്കിടയിൽ തന്നെ ചെയ്യാവുന്നതാ. അല്ല, ചെയ്യേണ്ടതാ. അഷ്റഫിൻ്റെ ശബ്ദത്തിൽ വരുന്ന മാറ്റം വിൽഫ്രഡ് തിരിച്ചറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ പണി ഇവിടെ തന്നെയാണ് അല്ലേ ഇക്ക? ഉവ്വ്. ഒന്ന് വിസ്തരിച്ചാട്ടെ. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരുത്തൻ എന്നെ കബളിപ്പിച്ചു. ഇക്കയെ? ഇല്ല, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിശ്വസിക്കണം. അഷ്റഫിൻ്റെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു. അവയ്ക്കിടയിലൂടെ ചതഞ്ഞറിഞ്ഞ വാക്കുകൾ പുറത്തു ചാടി. ചാണ്ടിക്കുഞ്ഞിൻ്റെയും മറ്റും നിർദ്ദേശപ്രകാരം താൻ അഡ്വക്കേറ്റ് ജനാർദ്ദന പയ്യെ റാഞ്ചി കോഴിക്കോട്ട് കൊണ്ടുപോയി താമസിപ്പിച്ചതും തുടർന്ന് അയാളെ ആരോ കടത്തിക്കൊണ്ട് പോയതുമെല്ലാം കട്ട അഷ്റഫ് വിവരിച്ചു. വിൽഫ്രഡ് പെട്ടെന്ന് ജാഗരൂകരായി. താൻ കൂടി ഇടപെട്ട കേസായിരുന്നു അത്, അങ്കിൾ ഫ്രെഡിക്ക് വേണ്ടി. പക്ഷേ വക്കീലിനെ മറ്റാരോ കൊണ്ടുപോയിരുന്നു. അഷ്റഫിക്ക അതറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയിക്കേണ്ട. പക്ഷേ അഷ്റഫ് തന്നെ പറഞ്ഞു. എയർപോർട്ടിൽ വന്നിറങ്ങിയ വക്കീലിനെ റാഞ്ചാൻ നീ ശ്രമിച്ചതും എനിക്കറിയാം. പക്ഷേ എൻ്റെ പുതിയ പിള്ളേരെയാ വിട്ടിരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ അറിയാതെ പോയത്. അതൊക്കെ പോട്ടെ. ഇപ്പോൾ വക്കീൽ ഈ കൊച്ചിയിലുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അങ്കിൾ ഫ്രെഡി തന്നെയാണ് അയാളെ കൊണ്ടുപോകുന്നത് എന്ന കാര്യത്തിലും തർക്കമില്ല. പക്ഷേ എൻ്റെ പിള്ളേരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ തിരയുന്നു. വക്കീൽ എവിടെയാണെന്നതിന് യാതൊരു സൂചനയും കിട്ടിയില്ല. എന്നാൽ നീ വിചാരിച്ചാൽ അതറിയാൻ പറ്റും. അറിയണം. അങ്കിൾ ഫ്രെഡിയുടെ രഹസ്യകേന്ദ്രങ്ങൾ കണ്ടെത്തണം. വക്കീൽ എവിടെയുണ്ടെന്ന് റിപ്പോർട്ട് തരണം. ശരിക്ക. എന്നാൽ ഞാൻ വല്ലപ്പോഴുമേ ആ കിളവൻ്റെ അടുത്ത് പോകാറുള്ളൂ. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇക്ക എനിക്ക് അല്പം സാവകാശം തരണം. തീർച്ചയായും. അയാൾ ചുരുട്ടിൻ്റെ കുറ്റി തിരയിലേക്ക് വലിച്ചെറിഞ്ഞു. ഇവിടുത്തെ നിന്റെ ജോലി പൂർത്തിയാകുന്നതിന് മുൻപ് കണ്ടെത്തിയെങ്കിലേ പ്രയോജനമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അറ്റക്കൈക്ക് ആ കിളവനെ ഞാൻ പൊക്കും. അപ്പോൾ നിനക്ക് കിട്ടേണ്ട കാശ് കിട്ടത്തുമില്ല. അത് വേണ്ടിക്ക. ഇക്കാര്യം ഞാൻ ഏറ്റു. വിൽഫ്രഡ് ഉറപ്പ് കൊടുത്തു.
അഷ്റഫ് എഴുന്നേറ്റ് കൂടെ വിൽഫ്രഡും. രാത്രി തന്നെ മടങ്ങുകയാ ഞാൻ. എങ്ങനെയൊക്കെ വന്നത്? വണ്ടിയിൽ, അതപ്പുറത്ത് കിടപ്പുണ്ട്. പൂഴിമണ്ണിലൂടെ അവർ റോഡിലെത്തി. അവിടെ ഇരുട്ടിൽ മറ്റൊരു ഇരുട്ടായി ഒരു കറുത്ത സ്കോർപിയോ കിടപ്പുണ്ടായിരുന്നു. അതിനുള്ളിൽ അഷ്റഫിൻ്റെ അംഗരക്ഷകരും. വിൽഫ്രഡിനോട് യാത്ര പറഞ്ഞ് അയാൾ വണ്ടിയിൽ കയറി. എൻജിൻ മുരണ്ടു, തീക്കണ്ണുകൾ തെളിഞ്ഞു. അസ്ത്രം പോലെ സ്കോർപിയോ പാഞ്ഞുപോയി. വിൽഫ്രഡ് അതിന് പിന്നിലെ ചുവന്ന വെളിച്ചം മറയുന്നതുവരെ നോക്കി നിന്നു. അടുത്ത ദിവസം കടലിൽ പോകുന്നില്ലെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു ആൽബർട്ട്. രാവിലെ തന്നെ അവൻ ജോർജ് കുട്ടിയെ തേടിയിറങ്ങി. അവൻ എത്തിപ്പെടാൻ സാധ്യതയുള്ളിടങ്ങളിലെല്ലാം അന്വേഷണം നീണ്ടു. ഒരിടത്തു നിന്നും യാതൊരു വിവരവും കിട്ടാതെ വന്നപ്പോൾ നിരാശയോടെ വൈകിട്ട് മടങ്ങിയെത്തി. നേരെ ജോർജ് കുട്ടിയുടെ വീട്ടിലും പോയി തിരക്കി. അവർക്കും ഒന്നും അറിയില്ല. തിരിഞ്ഞു നടക്കുമ്പോൾ വിൽഫ്രഡ് അടുത്തെത്തി. അവനെക്കുറിച്ച് വിവരമൊന്നും കിട്ടിയില്ലേ ആൽബർട്ടെ? ഇല്ല. എങ്കിൽ പോലീസ് പറയുന്നത് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ സംശയം. ഏത്? അവൻ ശാന്തയെ കൊന്നെന്നോ? ആൽബർട്ട് നെറ്റി ചുളിച്ചു. അതിന് വിൽഫ്രഡ് ഉത്തരം നൽകിയില്ല. രാത്രി അത്താഴത്തിനിരിക്കുമ്പോൾ എല്ലാവരുടെയും മുഖം മ്ലാനമാണെന്ന് ആൽബർട്ട് കണ്ടു. സ്വന്തം കുടുംബത്തിലെ പോലെയായിരുന്നല്ലോ റോസമ്മയും ലിസിയുമൊക്കെ ജോർജ് കുട്ടിയെ കണ്ടിരുന്നത്. ആൽബർട്ടിൻ്റെ നിഴലായി എപ്പോഴും ഒപ്പമുണ്ടായിരുന്നവൻ. ചോറ് ചുട്ടി വായിൽ വെച്ചിട്ട് അത് താഴേക്ക് ഇറങ്ങുന്നില്ലെന്ന് ആൽബർട്ട് അറിഞ്ഞു. അല്പനേരം ചോറിൽ വെറുതെ വിരലോടിച്ചിരുന്നിട്ട് അവൻ ചെന്ന് കൈ കഴുകി. അത് കണ്ടപ്പോൾ റോസമ്മയുടെയും ലിസിയുടെയും കണ്ണുകൾ നിറഞ്ഞു. പ്രിൻസും മോസസും ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആൽബർട്ടിന് എന്തോ ആപത്ശങ്ക തോന്നി. അജ്ഞാതമായതെന്തോ നടക്കുന്നത് പോലെ. സമാധാനമായി കഴിഞ്ഞു പോന്നിരുന്ന ഈ തുറയ്ക്ക് മീതെ അശാന്തിയുടെ വർഷം ചൊരിയുന്നത് പോലെ. ആ നേരത്ത് SI തോന്നിയാസൻ രാജനും ASI കാർത്തികേയനും കൂടിയിരുന്ന് ആൽബർട്ടിനെ ഒതുക്കാൻ പറ്റിയ വലകൾ നെയ്യുകയായിരുന്നു. നാളെ കഴിഞ്ഞ് വിധിയ കാർത്തികേയ, എനിക്ക് ശിക്ഷ കിട്ടുമെന്ന കാര്യം ഉറപ്പാ. ഇനി ഒരിക്കലും കാക്കി അണിയാനും കഴിയില്ല. മദ്യലഹരിയിൽ രാജൻ പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഈ ജീവിതത്തിൽ എനിക്കിനി ഒരൊറ്റ ആഗ്രഹമേയുള്ളൂ. ആൽബർട്ടിൻ്റെ പുഴുത്തളഞ്ഞ ശവം എനിക്ക് കാണണം. കാക്കിയില്ലാത്ത പോലീസുകാരന് ടോയ്ലറ്റ് പേപ്പറിൻ്റെ വിലയുള്ളൂ എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. പക്ഷേ താൻ വിചാരിച്ചാൽ എനിക്ക് അവൻ്റെ ശവം കാണാൻ കഴിയും. പറ, പറ്റുമോ തനിക്കതിന്? ഒന്നുമില്ലെങ്കിലും നമ്മൾ കുറേ കാലം ഒന്നിച്ച് ജോലി ചെയ്തവരല്ലേ കാർത്തികേയ? അയാൾ ASIയുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. അവൻ്റെ പതനം കാണിച്ചു തരുമോ താൻ എനിക്ക്? തരും. വ്യക്തമായി എന്തോ ചിന്തിച്ചുറച്ച രീതിയിലായിരുന്നു കാർത്തികേയൻ്റെ സംസാരം. അപ്പോൾ അയാളുടെ മനസ്സിൽ ജോർജ് കുട്ടിയുടെ വീട്ടിൽ വെച്ച് തന്നെ തല്ലിയ ആൽബർട്ടിൻ്റെ രൂപമായിരുന്നു. ആദ്യം അവനെ ഞാൻ ലോക്കപ്പിലിട്ട് ഇടിച്ചൊതുക്കും സാർ. അവിടെ നിന്ന് പുറത്തു പോയാൽ മൂന്നാം പക്കം അവൻ ചോര ഛർദ്ദിച്ച് പോവും. ഞാൻ ഉറപ്പു തരുന്നു. തോന്നിയാസൻ രാജൻ്റെ കണ്ണുകളിൽ അസാമാന്യമായ ഒരു തിളക്കമുണ്ടായി. കുറച്ചു നേരം കൂടി അവിടെ ഇരുന്നിട്ടാണ് കാർത്തികേയൻ പിരിഞ്ഞത്. ആ രാത്രി പോയി. പിറ്റേന്ന് അതിരാവിലെ ആൽബർട്ട് എഴുന്നേറ്റ് പുറത്ത് എന്തോ ആരവം. അവൻ വാതിൽ തുറന്നു നോക്കി. എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ട് ആളുകൾ ഓടുന്നു. കാര്യം എന്തെന്നറിഞ്ഞില്ലെങ്കിലും ആൽബർട്ടും ആളുകൾക്ക് പിന്നാലെ ഓടി. തുറയ്ക്ക് തെക്കുഭാഗത്ത് വള്ളങ്ങൾ അടുപ്പിക്കുന്ന സ്ഥലത്തോട് ചേർന്ന് ആളുകൾ കൂട്ടം കൂടി നിൽക്കുകയായിരുന്നു. ആൽബർട്ട് അവിടെ എത്തി. ആളുകൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. ഒന്നും അവൻ വ്യക്തമായി കേൾക്കുന്നില്ല. ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി മുന്നോട്ട് ചെന്ന് അവൻ ആ കാഴ്ച കണ്ട് നടുങ്ങിപ്പോയി. ജോർജെ! ഒരലർച്ചയായിരുന്നു. അവിടെ തിരമാലകൾ വന്ന് തഴുകി തിരിച്ചു പോകുന്നത് അളിഞ്ഞു വീർത്ത ഒരു ശവശരീരത്തിലെ ആയിരുന്നു. ജോർജ് കുട്ടിയുടെ ശവശരീരം. അസഹ്യമായ ദുർഗന്ധം. ശരീരത്തിൽ നിന്ന് മാംസഭാഗങ്ങൾ മത്സ്യങ്ങൾ കൊത്തി വിഴുങ്ങിയിരുന്നു. കണ്ണുകളും ഇല്ലായിരുന്നു. ഷർട്ടും അടിവസ്ത്രവും മാത്രമായിരുന്നു ശവശരീരത്തിനുള്ളിൽ. ഷർട്ടിനുള്ളിൽ ശരീരം അഴുകി വീർത്തു തിങ്ങി നിൽക്കുന്നു. തിരത്തലപ്പത്തിരുന്ന് വിങ്ങിപ്പൊട്ടുന്ന മനസ്സോടെ ആൽബർട്ട് ആ ശരീരം വാരി തന്നിലേക്ക് ചേർത്തു. ജോർജെ, എന്താണ് നിനക്ക് പറ്റിയത്? ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൻ നിലവിളിച്ചു. കണ്ടു നിന്നിരുന്നവിടെ കണ്ണുകളും നിറഞ്ഞു തോവി. എൻ്റെ കുഞ്ഞെ! ഒരു നിലവിളി കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. ജോർജ് കുട്ടിയുടെ അമ്മ ഗ്രേസിയാണ്. കൂടെ അച്ചായ എന്ന് വിലപിച്ചുകൊണ്ട് മോളിക്കുട്ടിയുമുണ്ട്. മകൻ്റെ ശവം കണ്ട് ഗ്രേസി പ്രജ്ഞയേറ്റ് നിലംപതിച്ചു. അമ്മച്ചിയുടെ അരികിലിരുന്ന് എല്ലാം നഷ്ടപ്പെട്ടതുപോലെ നിലവിളിക്കുകയാണ് മോളിക്കുട്ടിയും. ആളുകൾ കൂടി വരികയാണ്. അക്കൂട്ടത്തിൽ വിൽഫ്രഡ് ഉണ്ടായിരുന്നു. അയാൾ എന്തിനും തയ്യാറായി ആൽബർട്ടിനോടൊപ്പം നിന്നു. ഇക്ബാൽ മുതലാളിയും മറ്റും രംഗത്തെത്തി. ആരോ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വിവരം പറഞ്ഞു. ആളുകളുടെ കൂട്ടത്തിൽ മാർത്തയെയും മറിയത്തെയും ആൽബർട്ട് കണ്ടു. മാർത്തേ, ഗ്രേസി ആൻറ്റിയെയും മോളിക്കുട്ടിയെയും ഇവിടുന്ന് കൊണ്ടുപോ. ശരിയാ ചായ. തുറയിലെ ചില സ്ത്രീകളെ കൂടി കൂട്ടിന് വിളിച്ച് മാർത്ത അവരെ അവിടെ നിന്ന് മാറ്റി. വേണ്ട, ഞങ്ങൾ പോകുക. എൻ്റെ കുഞ്ഞു പോയ വഴിയെ പോകുക ഞങ്ങളും. കടലിലേക്ക് നോക്കി സ്ത്രീകളുടെ പിടി വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഗ്രേസി കരഞ്ഞു പറഞ്ഞു. വളരെ പ്രയാസപ്പെട്ട് സ്ത്രീകൾ അവരെ വീട്ടിലെത്തിച്ചു. ജോർജ് കുട്ടിയുടെ ശവശരീരം തറയിൽ കിടത്തിയിട്ട് ആൽബർട്ട് എഴുന്നേറ്റ് തൊട്ടടുത്ത് നിന്നിരുന്ന വിൽഫ്രഡിനെ നോക്കി. ജെയിംസേ, കാലും കൈയും കെട്ടി കടലിലിട്ടാലും മരിക്കാത്തവനാണ് ജോർജ്. അങ്ങനെയുള്ള ഒരുത്തനെ കടലിൽ ചാടി മരിക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ഒന്നേയുള്ളൂ, ഇവനെ ആരോ ചതിച്ചതാ. വിൽഫ്രഡിൻ്റെ മുഖത്തുണ്ടായ വിളർച്ച ആൽബർട്ട് കണ്ടില്ല. അവിടെയുണ്ടായിരുന്ന മിക്കവർക്കും ആൽബർട്ടിൻ്റെ അഭിപ്രായം തന്നെയായിരുന്നു.
ശാന്തയെ കൊന്നവൻ തന്നെയായിരിക്കും ഈ പാപവും ചെയ്തത്, ഇക്ബാൽ മുതലാളി പറഞ്ഞു. ഒരുപക്ഷെ ശാന്തയുടെ കൊലയാളിയെ ജോർജ് കണ്ടിട്ടുണ്ടായിരിക്കണം. ആൽബർട്ടിൻ്റെ തലച്ചോറിൽ ഒരു തിരയിളകി. കൊലയാളി അകലെ നിന്ന് വന്നവനല്ലെന്നൊരു തോന്നൽ. തങ്ങൾക്കിടയിൽ തന്നെ ഒരു കൊലയാളി ഒളിഞ്ഞിരിപ്പുണ്ടോ? രാവിലെ വിവരം അറിയിച്ചതാണെങ്കിലും പോലീസ് എത്തിച്ചേർന്നപ്പോൾ 10 മണി കഴിഞ്ഞു. ഒരു ചടങ്ങ് പോലെ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം അവർ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. ഉള്ളിൽ തിളയ്ക്കുന്ന സന്തോഷത്തോടെ ലാസറും വെടിമണിയനും എല്ലായിടത്തും ഉണ്ടായിരുന്നു. മാർത്തയെ തനിക്ക് കിട്ടാതിരിക്കാനുള്ള കാരണം ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നീങ്ങിക്കിട്ടിയിരിക്കുന്നു. ഇനി അവൾ തനിക്ക് സ്വന്തം. അറിയാതെ ഒന്ന് ചൂളം വിളിച്ചു പോയി ലാസർ. എന്താ ആശാനെ ഒരു കിരുക്കിരുപ്പ്? വെടിമണിയൻ തിരക്കി. ഒന്നുമില്ലടാ. ആശാൻ അങ്ങനെ പറഞ്ഞാലും എനിക്കറിയാം. എന്താടാ? മാർത്തയ്ക്ക് ഇനി വേറെ അവകാശികളില്ലല്ലോ അല്ലേ? നീ പോടാ അവിടുന്ന്. ലാസർ കയ്യോങ്ങി. വൈകുന്നേരം വൻ ജനാവലിയുടെ അകമ്പടിയോടെ ജോർജ് കുട്ടിയുടെ ശവശരീരം സംസ്കരിച്ചു. കൊലപാതകമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിയുകയും ചെയ്തു. പക്ഷേ ദിവസങ്ങൾ 4 കഴിഞ്ഞിട്ടും കൊലയാളികളെക്കുറിച്ച് യാതൊരു വിവരവും കിട്ടിയില്ല. 2 കൊലപാതകങ്ങളാണ് നടന്നിരിക്കുന്നത്. ഇക്ബാൽ മുതലാളിയും ആൽബർട്ടും പലതവണ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അന്വേഷിക്കുന്നുണ്ട് എന്ന സ്ഥിരം പല്ലവി മാത്രമായിരുന്നു മറുപടി. പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു വട്ടം കൂടി ഇക്ബാൽ മുതലാളിയും ആൽബർട്ടും പോലീസ് സ്റ്റേഷനിലെത്തി. നിങ്ങൾ എന്നും ഇങ്ങനെ വന്ന് തിരക്കണമെന്നില്ല, ദേഷ്യത്തോടെയാണ് SIയുടെ ചാർജ് വഹിക്കുന്ന ASI കാർത്തികേയൻ പറഞ്ഞത്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞങ്ങൾ അങ്ങോട്ട് അറിയിക്കാം. ഇക്ബാൽ മുതലാളിയും ആൽബർട്ടും പരസ്പരം നോക്കി. അതല്ല സാറേ, ആൽബർട്ട് സംസാരിച്ചു. കൊലപാതകങ്ങൾ 2 നടന്നത്. എന്നിട്ട് ഇതുവരെയും. കാർത്തികേയൻ്റെ കണ്ണുകൾ കത്തി. എന്താണ് റാസ്കൽ? കൊലയാളിയെ ഞങ്ങൾ പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുകയാണോ? എടുത്ത് അങ്ങോട്ട് കാണിക്കാൻ എന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ സാറേ. ആൽബർട്ടും വിട്ടുകൊടുത്തില്ല. പക്ഷേ പോലീസ് വേണ്ടത്ര ആത്മാർത്ഥതയോടെ അന്വേഷിക്കുന്നില്ലെന്നൊരു പരാതിയുണ്ട് ഞങ്ങൾക്ക്. പരാതിയുണ്ടെങ്കിൽ കൊണ്ട് കേസ് കൊടുക്കണം. നീയൊക്കെ അന്വേഷിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. എന്താണെന്ന് വെച്ചാൽ നീയൊക്കെ അങ്ങ് ചെയ്യ്. ആൽബർട്ട് കാർത്തികേയൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഇപ്പോഴെങ്കിലും നിങ്ങൾ സത്യം പറഞ്ഞല്ലോ സാറേ. ഇനി വേണ്ടത് എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അവൻ ഇക്ബാൽ മുതലാളിയുടെ നേരെ തിരിഞ്ഞു. ഇവരോടൊന്ന് ഇങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ല സാറേ. ഇനി നമ്മുടെ വഴി നോക്കാം. ഇരുവരും പുറത്തേക്ക് നടന്നു. അതിനിടെ തിരിഞ്ഞു നിന്ന് ഇക്ബാൽ മുതലാളി പറഞ്ഞു. കാർത്തികേയൻ സാറേ, നിങ്ങൾ തീക്കൊള്ളി കൊണ്ടാ തലച്ചൊറിയാൻ പോകുന്നത്. ആയിക്കോട്ടെടോ. ചൊറിച്ചിൽ വരുമ്പം എന്ത് വേണമെന്ന് എനിക്കറിയാം. ഇക്ബാൽ മുതലാളിയുടെ കാറിൽ അവരിരുവരും മടങ്ങി. പിന്നെയുള്ള നീക്കങ്ങൾ വളരെ പെട്ടെന്നായിരുന്നു. ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കപ്പെട്ടു. കൺവീനർ ആൽബർട്ട്. അവന് ഇക്ബാൽ മുതലാളിയും മറ്റും ചേർന്ന് മുഖ്യമന്ത്രിക്കും DGPക്കും എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകി. സ്ഥലം MLAയെ നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. എന്നിട്ടും കാര്യങ്ങൾക്ക് വേണ്ടത്ര ചൂടില്ലെന്ന് കണ്ടപ്പോൾ പോലീസ് സ്റ്റേഷൻ മാർച്ചും കളക്ടറേറ്റ് മാർച്ചും നടത്തി. അക്കൂട്ടത്തിൽ അല്പസ്വല്പം കുഴപ്പങ്ങളും ഉണ്ടായി. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സമയമായതിനാൽ അത് കുഴപ്പമായി തീരുമെന്ന് മുഖ്യമന്ത്രിക്ക് തോന്നി. മാത്രമല്ല, തുറയിലെ ആളുകൾ വോട്ടിങ്ങിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും മറ്റു തുറകളിലുള്ളവരെ അതിനായി പ്രേരിപ്പിച്ച് മത്സ്യത്തൊഴിലാളികൾ ഒറ്റക്കെട്ടായി തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്നുള്ള വാർത്ത പരന്നു. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ ഒന്നാകെ വിട്ടുനിന്നാൽ രാഷ്ട്രീയ രംഗത്ത് അപ്രതീക്ഷിത മറിച്ചിലുകൾ ഉണ്ടാകുമെന്ന് ഭരണപക്ഷം മാത്രമല്ല പ്രതിപക്ഷവും ഭയന്നു. ബേപ്പൂരും ചാവക്കാടും ആലപ്പുഴയും നീണ്ടകരയും പൂന്തറയുമൊക്കെ അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. അതോടെ കേസന്വേഷണം ഊർജിതമാക്കണമെന്നും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഭരണപക്ഷവും ഏതാണ്ട് അത്തരമൊരു ചിന്തയിലായിരുന്നതിനാൽ എതിർപ്പുകളൊന്നും ഉണ്ടായില്ല. കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രി ഉത്തരവായി. അതിൻ്റെ ഫലം ഭീകരമായി തീരുമെന്ന് അപ്പോൾ ആരും ചിന്തിച്ചിരുന്നില്ല. കഥ തുടരും.